എന്തിയാടാ മുതലാളി എന്തി റാസി എൻട്രി എടാ മുതലാളി എന്തി ഇവൻ മുങ്ങിയോ? ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുള്ളൂന്ന് പറഞ്ഞില്ലേ ചെങ്ങായിമാരെന്ത് കഷ്ടം നോക്കി. എൻട്രി വേണം വിചാരിച്ചിട്ട് ഇമാതിരി പണിയൊന്നും എടുക്കല്ല റാസി. എന്താണ് കുറച്ച് ആൾക്കാർ അങ്ങനെ നീ പറഞ്ഞേ? ഓ എനിക്ക് മനസ്സിലായില്ല, അതാ പ്രശ്നം പറ്റിയെ. ഞാൻ കമന്റില് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ട് ഞാൻ കമന്റിൽ ആരും ചോദിച്ചില്ലെങ്കിൽ റാസി നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കാം റാസി, മനസ്സിലായോ? അതാണ്. കുഴപ്പമില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ. തൽക്കാലം ഇപ്പൊ ആരും വന്നിട്ടില്ല. ഇന്നല്ലെങ്കിൽ നമുക്ക് തുടങ്ങാം. മറ്റു പ്രോഗ്രാംസ് എന്റെ അമ്മോ, ആരെങ്കിലും ഒന്ന് ഇൻട്രോ കൊടുക്ക്. എടാ എനിക്ക് പ്രതീഷിന്റെ വീഡിയോ മാത്രം ക്ലിയർ കിട്ടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീഷിന്റെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്. ഇപ്പൊ ലോഡിങ് ആയി. നൈസ്. അവന്റെ നെറ്റ് പോയി. ഇന്ന് മാനിയുടെ ദിവസമാണ്, അപ്പൊ മാനി തന്നെ ഇൻട്രോ കൊടുക്കട്ടെ. ഓ ഇന്ന് എന്റെ ദിവസമാണെന്നല്ലേ? ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെ എന്താണ് സ്കൈ ഡൈഫിൽ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലില് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഡോക്യുമെന്ററി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? സോ അത് ബേസിക്കലി ഈ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റിനെയും വില്യൻ എൻ ക്രെയ്ഗിനെയൊക്കെ അഡ്രസ് ചെയ്തിട്ട് വില്യൻ എൻ ക്രെയ്ഗിന്റെ വേർഷൻ ഓഫ് കലാമിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് അവർ ആ ഡോക്യുമെന്ററി ചെയ്തത്, റൈറ്റ്? സോ അതിനെ റെസ്പോണ്ട് ചെയ്ത് വില്യൻ എൻ ക്രെയ്ഗ് ഒരു റെസ്പോൺസ് വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 എണ്ണം, റൈറ്റ്? ഈ 3-4 വരുമെന്നാണ് പറയുന്നത്. അപ്പം അതില് ഫസ്റ്റ് 2 അവർ അഡ്രസ് ചെയ്തിരിക്കുന്ന ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സ് ഫോർ ദ കലാം ആണ്, റൈറ്റ്? അതായത് ഫസ്റ്റ് പ്രമിസിന് വേണ്ടിയുള്ള ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സ് ആണ് ക്രെയ്ഗ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. സോ സ്കൈ ഡൈഫിന്റെ ആ ഡോക്യുമെന്ററി ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക ലൈവ് കണ്ടതിന് ശേഷം, റൈറ്റ്? അപ്പം ഏകദേശം കുറേയൊക്കെ ഐഡിയ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാര്യം നമ്മൾ കുറേയൊക്കെ അതിനകത്ത് നിന്ന് പ്ലേ ചെയ്യുന്നുണ്ട്, റൈറ്റ്? ക്രെയ്ഗിന്റെ റിയാക്ഷൻ ആണല്ലോ, അപ്പൊ അതിനകത്ത് കുറേയൊക്കെ ഭാഗങ്ങളുണ്ട്, റൈറ്റ്? സോ ബേസിക്കലി ക്രെയ്ഗ് അതിനുള്ള റെസ്പോൺസ് കൊടുക്കുകയാണ്, റൈറ്റ്? ഫസ്റ്റ് പ്രമിസിന് ഉള്ള ഒരു ഡിഫൻസ്, സെക്കൻഡ് പ്രമിസിനുള്ള ഡിഫൻസ് ആയിട്ട് പുള്ളി വെക്കുന്ന 2 ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആ 2 ഫിലോസഫിക്കൽ ആർഗ്യുമെന്റിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്, റൈറ്റ്? സോ അതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി ഇനി നമുക്ക് ലൈവിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ബാക്കി ഇത് പറയാല്ലേ? സെക്കൻഡ് പ്രൈസ് എന്താന്ന് പറഞ്ഞു കൊടുക്കണോ? അതായത് ക്രെയ്ഗിന്റെ കലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 2 പ്രമിസ് ഒരു കൺക്ലൂഷൻ ആണ്. വാട്ട് എവർ ബിഗിൻസ് ടു എക്സിസ്റ്റ് ആസ് എ കോസ്, യൂണിവേഴ്സ് ബിഗൻ ടു എക്സിസ്റ്റ്, therefore the universe as a cause. സെക്കൻഡ് പ്രമിസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ബിഗൻ ടു എക്സിസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രമിസ് ആണ്, റൈറ്റ്? സോ ആ പ്രമിസിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ക്രെയ്ഗ് 2 ആർഗ്യുമെന്റ് ആണ് കൊണ്ടുവരുന്നത്. ആ 2 ആർഗ്യുമെന്റിനെയാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. ഒന്ന് ഇമ്പോസിബിലിറ്റി ഓഫ് ആക്ച്വൽ ഇൻഫിനിറ്റിയും, മറ്റേത് സക്സസീവ് എഡിഷനിലൂടെ ആക്ച്വൽ ഇൻഫിനിറ്റിയിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വാദമാണ്. അതെന്താന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് നമ്മൾ അഡ്രസ് ചെയ്ത് അപ്പോൾ സംസാരിക്കാന്നാണ് വിചാരിക്കണം. ഈ 2 ആർഗ്യുമെന്റ് ആണ്. സ്കൈഡൈഫിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തായിരുന്നു. സ്കൈഡൈഫിൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്തു? എടാ നിന്റെ വീഡിയോ എപ്പോഴും ക്ലിയർ ഇല്ല പ്രതീക്ഷ. അതെ പ്രതീക്ഷ നല്ലൊരു ബ്രോഡ്ബാൻഡ് കണക്ട് ചെയ്യും. അതെ, നീയാണെന്നത് ഷെയർ ചെയ്യണ്ട വീഡിയോ. പ്രതീക്ഷയോ? നീയാണോ ഷെയർ ചെയ്യണ? മാനി അല്ല, നീയല്ലേ റാസി? ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്കൊന്നും പറ്റൂലെങ്കിൽ ഞാൻ ചെയ്യാന്ന് വെറുതെ കേട്ടാ കൊച്ചു കള്ള. ഞാൻ ഇല്ലായിരുന്നെങ്കിലോ? അതെ, കുറയ്ക്കണം പിന്നെ. എന്തായാലും ബൈ ദ ടൈം വീഡിയോ പ്ലേ ചെയ്യുന്ന ടൈം ആരും ഇല്ലടാ. ഞാൻ ഷെയർ ചെയ്യാം. ഓ, കാണാൻ ആരുമില്ലേ? 13 വാച്ചിങ് അല്ലേ? ഇന്ന് ഷോഗോ സാപ്പിയൻസിന്റെ റൂമുണ്ട്. ഇന്ന് നമ്മളല്ലേ ഇവിടെ. ആരോടാണ് സ്നേഹം കൂടുതലെന്ന് ഇന്ന് നമുക്കറിയാം. റിഡക്റ്റിയോ ഓർ സാപ്പിയൻസ് ഓർ അൺമാസ്കിംഗ് എത്തീസോ? ആര് ജയിക്കും? ഇൻസെപ്ഷനോ? ഓപ്പൺ ചെയ്ത ടാബ് മാറിപ്പോയി. അയ്യോ, വീണ്ടും മാറിപ്പോയി. ഇതെന്താ?
നീ ആവശ്യമില്ലാത്ത ടാബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ലല്ലേ? എങ്ങാനും മാറിപ്പോയ പരിപാടി ഫുള്ള് തീർന്നു. Corresponding to William Lane Craig. ഇവൻ തുടങ്ങി. Part one. Okay. എന്റെ ഓഡിയോ വീഡിയോ ഞാൻ ക്ലിയർ play ആണോ? ചെയ്യട്ടെ. ഒക്കെ ക്ലിയർ ആണ്. ഒക്കെ ക്ലിയറാ. മെച്ചപ്പെട്ടു. Bill, there's a YouTube video, and it's on you and the Kalam cosmological argument called "Physicists and Philosophers Reply to the Kalam Cosm." എവിടുന്ന് എക്കോ കേക്കണ്? ഒക്കെ കേൾക്കണ്ടോ? എനിക്ക് കേൾക്കണല്ലോ. അല്ല എവിടുന്നോ എക്കോ വരണ്ട്. എല്ലാരും മ്യൂട്ട് അടിക്കുക. എക്കോ കേക്കണ്ട്. ശരിക്കും വരണ്ട്. നിനക്ക് മാത്രം, ഞങ്ങൾക്കൊന്നും കേൾക്കുന്നില്ല. നമുക്കൊന്നും കേൾക്കില്ല. നീ പ്ലേ ചെയ്യൂ. Cosmological argument featuring Penrose, Hawking, and Guth. It's not only a long title, but it's a long video. And, you know, Bill, despite your confidence and your experience, this must have been a little intimidating with this kind of a lineup. Yes, when I first heard of this video with this stellar lineup of physicists and like William Lane Craig against the world. But when you actually dive into this video, I think you'll find that there's really a lot less than meets the eye. What you discover is that although the people being interviewed are great scholars, the people who produced this video are popularizers. And when they misrepresent the Kalam argument to these scholars, then the inevitable result will be criticisms aimed at a straw man. And that greatly diminishes the value of this video. As for the scientific material in the video, there's really nothing new here. It's just a rehash of old material that James Sinclair and I have already responded to in our published work. So the video really fails to advance the discussion. So in the end, the video turns out to be somewhat less impressive than it at first appears. Well, due to the Okay, experts but who produced this video, Bill, pause here, and its popularity, it's പുള്ളി Yeah, പറയുന്നത് so- ഇതാണ്, ഈ പുള്ളിയുടെ ആർഗ്യുമെന്റ്സിനെ എല്ലാം അഡ്രസ് ചെയ്യുന്നത് സ്ട്രോമാൻ ആണ്. ഇപ്പൊ സ്കൈ ഡൈഫില് അതിന്റെ ലിങ്ക് ബോട്ട് ഒന്ന് പിൻ ചെയ്യുന്നതായിരിക്കും നല്ലതായിരിക്കും. അത് കാരണം കലാമിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റിബട്ടൽ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയ്തിട്ടുണ്ടാകും സ്കൈ ഡൈഫിൽ. അപ്പൊ അതിനകത്ത് പുള്ളി പറയുന്നത് ഒരുപാട് ഫിലോസഫേഴ്സ് വന്നു, സയന്റിസ്റ്റ് വന്നു, എങ്കിൽ കൂടി പോയിന്റുകളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ റേസ് ചെയ്ത പോയിന്റുകളെല്ലാം സ്ട്രോമാൻ ആണ്, പിന്നെ ഇതൊക്കെ ഞങ്ങൾ പണ്ടേ മറുപടി പറഞ്ഞാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അതെ, അപ്പം ഇതിനകത്തുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടാവും, റൈറ്റ്? അല്ലാതെ ചുമ്മാ തോന്നിയ ഒരു ഡോക്യുമെന്ററി എടുക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്യുമെന്ററി എടുത്തതിന് കൃത്യമായിട്ടൊരു ഒരു പർപ്പസ് ഉണ്ട്. അതാണ് പോപ്പുലർ ലെവലിലുള്ള ഐഡിയാസ് ഓഫ് ദി കലാം, റൈറ്റ്? കലാമിനെ പറ്റിയ എയറിലുള്ള ഐഡിയാസ് ഒക്കെ അഡ്രസ് ചെയ്യുക, എന്നിട്ട് ആൾക്കാർ, പോപ്പുലർ ആയിട്ട് ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യങ്ങളെ അഡ്രസ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ എന്ന് പറയാന്നുള്ളതാണ് ഈ ഡോക്യുമെന്ററിയുടെ ഉദ്ദേശം. അല്ലാതെ ഒരു അക്കാഡമിക് ക്രിട്ടീക്ക് ഓഫ് ദ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടല്ല ഈ ഡോക്യുമെന്ററി എടുത്തിരിക്കുന്നത്, റൈറ്റ്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്ററിനകത്തുള്ള ഇന്റർവ്യൂ ചെയ്യുന്ന പല ആൾക്കാരും ഈ ക്രേഗ് ഇപ്പൊ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പല കാര്യങ്ങൾക്കും അക്കാഡമിക് പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഈവൻ ഇൻ 2021 പോലും മാൽപാസ് പോലുള്ള ഫിലോസഫേഴ്സ് ക്രേഗിനുള്ള റെസ്പോൺസുകൾ എഴുതിയിട്ടുണ്ട്. വെസ്റ്റ്മോറിസ്റ്റൻ, മാൽപാസ് പോലുള്ള ഫിലോസഫേഴ്സ് ക്രേഗിനുള്ള റെസ്പോൺസുകൾ എഴുതിയിട്ടുണ്ട്, റൈറ്റ്? സോ ഈ ഡോക്യുമെന്ററിയുടെ ഉദ്ദേശം തന്നെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ക്രേഗ് പറയാണ്, നിങ്ങളുടെ ഉദ്ദേശം അങ്ങനെയൊക്കെ ആയിരിക്കാം, പക്ഷേ എന്താണ്, എനിക്ക് വേണ്ടിയിരുന്നത് ഒരു അക്കാഡമിക് ക്രിട്ടീക്ക് ആണ്, ഇത് അക്കാഡമിക് ക്രിട്ടീക്ക് ഒന്നുമല്ല, പോയി. അതെന്തൊരു വാദമാണെന്ന് എനിക്കറിയില്ല. കാര്യം അവർ അഡ്രസ് ചെയ്യാൻ നോക്കുന്ന ഇഷ്യൂ തന്നെ വേറെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ ആൾക്കാരുണ്ട് ആക്ച്വൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ കോൺട്രഡിക്ഷൻ ആണ്. ഇപ്പൊ അൺമാസ്കിംഗ് എത്തീസ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, ഡിബേറ്റ്സ് ആയിട്ട് ഫെമിലിയർ ഉള്ള ആൾക്കാർക്ക് അറിയാം. അവരുടെ ഒരു സ്ഥിരം ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആക്ച്വൽ ഇൻഫിനിറ്റി ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ആണ്, ലോജിക്കൽ കോൺട്രഡിക്ഷൻ ആണ്, അത് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞാണ് ഇവർ നടക്കുന്നത്. അപ്പൊ ആ ഒരു ധാരണ ആൾക്കാർക്കുണ്ട്, മനസ്സിലായില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരണകളാണ് ആൾക്കാർക്ക് ഉള്ളത്. അപ്പൊ ആ ഒരു പൊതുബോധത്തെ അഡ്രസ്സ് ചെയ്ത് ശരിക്കും എന്താണ് കാര്യം എന്ന് പറയാൻ വേണ്ടിയാണ് അവർ ഈ ഡോക്യുമെന്ററി ചെയ്തത്, റൈറ്റ്. അപ്പം അതായിരുന്നു എന്റെ ഉദ്ദേശം. അത് ആ ഉദ്ദേശത്തോടെ ചെയ്ത ഡോക്യുമെന്ററി ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനാണ് എനിക്ക് മനസ്സിലായത്. സോ ഇറ്റ് ഇസ് നോട്ട് എ വാല്യുബിൾ ക്രിട്ടീക്ക്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? എന്താ ഈ മിസ്റെപ്രസെന്റ് ആർഗ്യുമെന്റ് അവരുടെ അടുത്ത് മിസ്റെപ്രസെന്റ് ചെയ്യാന്ന് പറയാന് ഇതത്ര ഭയങ്കര കോംപ്ലക്സ് ആർഗ്യുമെന്റ് ഒന്നല്ല. ആകെ 2 പ്രൊമേസ് ഒരു കൺക്ലൂഷൻ ഉള്ളത്. അതും യൂണിവേഴ്സിന് ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടെങ്കിൽ അതിനൊരു കോസ് ഉണ്ട്, യൂണിവേഴ്സിന് ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അതിനൊരു കോസ് ഉണ്ട്. വളരെ സിമ്പിൾ ആർഗ്യുമെന്റ് ആണ്. അതിൽ രണ്ടാമത്തെ പ്രൊമേസ് ആയിട്ടുള്ള യൂണിവേഴ്സിന് ഒരു കോസ് ഉണ്ട് എന്നുള്ള ഒരു പ്രൊമേസിനെയാണ് ഇവര് ഇവിടെ അസസ് ചെയ്യണത്. അതിനുള്ള യൂണിവേഴ്സിന് ബിഗിനിങ് ഉണ്ട് എന്നുള്ള പ്രൊമേസിനെയാണ് അവർ അസസ് ചെയ്യണത്. അപ്പോ ഈ ബിഗിനിങ് ഉണ്ട് എന്നുള്ള കാര്യത്തെ അതിന് ക്രൈഗ് കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നുണ്ട്. ബിഗിനിങ് ഉണ്ട്, എന്തുകൊണ്ട് ബിഗിനിങ് ഉണ്ട്. മാനി പറഞ്ഞ പോലെ ആക്ച്വൽ ഇൻഫിനിറ്റി സാധ്യമല്ല എന്ന് പറഞ്ഞു തുടങ്ങണ കുറച്ച് ആർഗ്യുമെന്റ് ആണ്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ, ആ ആക്ച്വൽ ഇൻഫിനിറ്റിനെ പറ്റി ക്രൈഗ് പറയുന്ന കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫില്ല്, അതായത് സ്കൈഡേ ഫില്ല് ആ ഡോക്യുമെന്ററി ചെയ്ത ആള് ഓക്സ്ഫോർഡിലെ ഒരു മാത്തമാറ്റീഷ്യന്, അതേപോലെ തന്നെ ഫിലോസഫറിനെ, പിന്നെ അലക്സ് മാൽപാസും ഉണ്ട്. അത് ഈ ക്രൈഗിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് കലാമിന്റെ വേർഷനിൽ ഇഷ്ടംപോലെ പേപ്പർ എഴുതിയിട്ടുള്ള ആളാണ് മാൽപാസ്. ഇവരെ 3 പേരെ കൊണ്ടുവന്ന് അതിനെ അഡ്രസ് ചെയ്യാൻ നോക്കും. അതെ. ഇപ്പം ഈ ക്രേഗ് ഇപ്പം ഇവർ ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള ക്ലെയിംസിന് ക്രേഗ് ഒരു റെസ്പോൺസ് കൊടുത്തിട്ടില്ലെന്നോ അങ്ങനെയുള്ളതൊന്നും ഇവർ പറഞ്ഞിട്ടില്ല, റൈറ്റ്. ഇവർ ആ ഒരു ക്ലെയിംസ് ഒന്നും മേക്കില്ല. അപ്പൊ ക്രേഗ് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടാവും, അതിന് നല്ല രീതിയിൽ റെസ്പോൺസുകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 2020, 2021 വരെ പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ട്, റൈറ്റ്. ഇവിടെ അഡ്രസ് ചെയ്യാൻ നോക്കിയത് ഈ പോപ്പുലർ ഐഡിയ ഓഫ് ദി കലാം. ജനങ്ങൾക്ക്, പബ്ലിക്കിന് കലാം എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്, അവരുടെ ഐഡിയ എന്താണ്, ആ ഫസ്റ്റ് പ്രമിസിനെ സെക്കൻഡ് പ്രമിസിനെ കുറിച്ചുള്ള അവരുടെ ധാരണകൾ എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത്, അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് ലെവലിലുള്ളൊരു ഇതാണ് ഈ ഡോക്യുമെന്ററി ഉദ്ദേശം. അങ്ങനെയാണ് അവർ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഇങ്ങനൊരു ക്രിട്ടീക്ക് കൊടുക്കുന്നത് എത്രത്തോളം വാലിഡ് ആണെന്ന് എനിക്കറിയില്ല. അതും ഒരു ഇന്റർവ്യൂവിൽ വരുമ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കുകയാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡോക്യുമെന്ററി കണ്ടിട്ട് എന്തെങ്കിലും നമുക്ക് ചാഞ്ചാടേണ്ട പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ. ഇപ്പം അതെനിക്ക് തോന്നുന്നു ഒരു അപ്പോളജറ്റിക്സ് ചാനലിലൊക്കെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നിങ്ങളുടെ ഫെയ്ത്തിന് ഇതൊരു പ്രശ്നമാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആൾക്കാർക്ക് കാണും. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നത്, മനസ്സിലായില്ലേ. ചില ആൾക്കാർ ഈ ഡോക്യുമെന്ററി കണ്ടിട്ട് ഈ ക്രേഗ് പറയുന്നതൊക്കെ ഭയങ്കര കാര്യമാണെന്ന് വിചാരിച്ചാണല്ലോ ഞാൻ ഇരുന്നത്, ക്രേഗ് പറഞ്ഞത് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇരുന്നത്, ഇനിയിപ്പോ എന്തോ ചെയ്യും, അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇത്ര വലിയ സംഭവമാണോ എന്ന് ചോദിച്ച് അതൊരു നിസ്സാരമാക്കുമ്പോൾ അവർക്കൊരു എന്താണ് ഒരു സ്വസ്ഥത കിട്ടും, മനസ്സിലായില്ലേ. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ചോദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത്. സോ പോട്ടെ, നമുക്ക് പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റ്സ് പറയാം. അതിനു മുമ്പ് ഈ കമന്റ് അഡ്രസ് ചെയ്യണ്ട. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, മലയാളത്തിൽ ടൈപ്പ് ചെയ്യല്ലേ, മലയാളത്തിൽ ടൈപ്പ് ചെയ്ത യൂട്യൂബിൽ കാണൂല. ഓൾറെഡി വിഗ്നു പറഞ്ഞു നമുക്ക് മിസ്റെപ്രസെന്റ് ചെയ്തു എന്ന് പറഞ്ഞ കമന്റ് ആണ് വിഗ്നു ഓൾറെഡി. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, എന്റെ ആർഗ്യുമെന്റ് മിസ്റെപ്രസെന്റ് ചെയ്തു എന്നല്ലേ പറയുന്നതെന്നാണ് ചോദിച്ചത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രേഗ് പല ഡിബേറ്റ്സിനും കാര്യങ്ങളിലൊക്കെ പോയിട്ട് പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മനസ്സിലായി. അത് വെച്ചിട്ട് ഒരു പബ്ലിക്കിന് ഒരു ധാരണ ഉണ്ടാവും, കലാം എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവും, റൈറ്റ്. അപ്പൊ ആ ധാരണ വെച്ചിട്ട് അവരൊരു ഇൻഡ്യൂഷൻ വെച്ചിട്ടുണ്ട്, അതിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം, റൈറ്റ്. അപ്പൊ അത് അഡ്രസ് ചെയ്യാനാണ് ക്രേഗ് അത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ ഡോക്യുമെന്ററി ചെയ്തത്, റൈറ്റ്. അപ്പൊ ഈ ക്രേഗ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വരെ ഉള്ള റെസ്പോൺസുകളും ഇയാൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരെ എല്ലാം എടുത്തിട്ട് അതിനെല്ലാത്തിനും വെച്ചിട്ട് ഒരു അക്കാഡമിക് ക്രിട്ടീക്ക് അല്ല ഇവരുടെ ഉദ്ദേശം, മനസ്സിലായോ. ക്രേഗ് പറഞ്ഞു, കുറെ കാര്യങ്ങൾ പറഞ്ഞു ഡിബേറ്റിൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട്, അത് വെച്ചിട്ട് ആൾക്കാർക്ക് ഒരു പൊതുധാരണ ഉണ്ടായി. ആ പൊതുധാരണയാണ് ഇവർ അഡ്രസ് ചെയ്തത്, മനസ്സിലായോ. പോപ്പുലർ ഐഡിയ ഓഫ് ദ കലാം, അതിനെയാണ് ഇവർ അഡ്രസ് ചെയ്തത്, ആൾക്കാർക്കുണ്ടായിരുന്ന പൊതുധാരണയെ, മനസ്സിലായോ. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ക്വാണ്ടം മെക്കാനിക്സ്, റൈറ്റ്. ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പല ആൾക്കാർക്ക് പല തെറ്റിദ്ധാരണയുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഇപ്പൊ ദീപക് ചോപ്രയൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് കാണിക്കുന്നത് എന്തോ റിയാലിറ്റി ഫുള്ള് മനസ്സാണെന്നാണ്, എന്തോ ഒരു മൈൻഡാണ് റിയാലിറ്റി ഫുള്ള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഒരു പോപ്പുലർ ഐഡിയ അങ്ങനെയാണ്, ആൾക്കാർക്കുള്ള ഒരു ഐഡിയ, പോപ്പുലർ ഐഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ പബ്ലിക്കിനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ് ഇസ് സംതിങ് സ്പൂക്കി, സംതിങ് സ്പിരിച്വൽ, അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, മനസ്സിലായോ. അപ്പൊ ആ പോപ്പുലർ ഐഡിയയെ ക്രിട്ടിസൈസ് ചെയ്യാൻ നമ്മളൊരു ഡോക്യുമെന്ററി എടുക്കുകയാണെങ്കിൽ ആ ഡോക്യുമെന്ററി
എന്താണ് ദീപക് ചോപ്ര എന്ന് പറയാണ്, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ള അക്കാഡമിക് ക്രിറ്റീക്സിനൊന്നും ഇവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വാലിഡ് ആയിട്ടുള്ള ഇതാണ് കാര്യം. ഈ ദീപക് പുള്ളി ചോപ്ര വെച്ച അവിടെ ഇവിടെ ഒക്കെ പോയി പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആൾക്കാർക്കുള്ള പൊതുധാരണയാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. റൈറ്റ്. സോ യാ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുറെ ആയാലും ഇൻട്രൊഡക്ഷൻ പുള്ളി കൊടുക്കണം. പറഞ്ഞ അക്കാഡമിക് ക്രിറ്റിക്സിനെല്ലാം തന്നെ റെസ്പോൺസുകൾ ഉണ്ട്. അഡ്രസ് ചെയ്തിട്ടുണ്ട് അക്കാഡമിക്കലി തന്നെ. അക്കാഡമിക്കലി തന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് പുള്ളിക്ക് തന്നെ അറിയാം അക്കാഡമിക് ക്രിട്ടിക്സ് ഉണ്ട് എന്നുള്ളത്. മനസ്സിലായോ? എന്തിനാണ് ഇവിടെ വന്നിട്ട് മാൽപാസ് തന്നെ ഒരുപാട് ക്രിട്ടിക്സ് കൊടുത്തിട്ടുണ്ട്. സോ യാ, ഐ മീൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ഓരോന്നോരോന്നിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2x പ്ലേ ചെയ്യോ വീഡിയോ? നല്ലത്. എനിക്കും 1.5 2x പ്ലേ ചെയ്താൽ മതി. 1.5 പിടിച്ചോക്കാം. ഓക്കെ ആ, ആണെങ്കിൽ ഓക്കെ 1.5 പിടിച്ചു. സോറി 1.5 പിടിച്ചു. റാസിയ, up to around 52,000 views at this record. And we thought we would take the next several podcasts and give you a chance to respond. Now, the video falls naturally into 4 sections. The first section is on the first philosophical argument for the beginning of the universe. The second section is on the second philosophical argument for the beginning of the universe. The third segment is on the scientific evidence for the beginning of the universe. And finally, the fourth segment is on the need for a cause of the universe's beginning. Now, there's just no way that we can possibly respond to everything in the video. So we're going to play a few representative clips and let you respond. And by the way, Bill, will you be giving some more responses on the question of the week feature on the website to this? Yes. In our question of the week that is on the website every week, I'll be doing 4 consecutive questions of the week responding to a transcript of this video, covering exactly those 4 segments that you just mentioned. So it will not only be in video and audio on this podcast, but we'll have it also in print on the question of the week. Reasonablefaith.org. Outstanding. So let's begin a 4-part series today based on these 4 sections. And Bill, I have to say that I have noticed that a lot of our listeners and followers are responding to this, and they're doing a very good job all over social media, all over the internet. So here's how it begins. Let's start at the beginning. Philosophers like Craig have argued that the past must be finite. If the universe never began to exist, that means that the number of past events in the history of the universe is infinite. But mathematicians recognize that the existence of an actually infinite number of things leads to self-contradictions. My studied position is that the existence of an actually infinite number of things is metaphysically impossible, whether or not it's strictly logically impossible. Now, this position requires us to understand the distinction between broad logical possibility and impossibility and strict logical possibility and impossibility. Something is strictly... അല്ല, ഇത് യുഎക്കാരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോ. ഒരു മിനിറ്റ്, ഇംഗ്ലീഷ് അല്ലേ സ്പീഡ് കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ നോർമൽ സ്പീഡ് പ്ലേ ചെയ്തോ? ഓക്കെ. ഇത് ജസ്റ്റ് യുഎക്കാർ കേൾക്കാൻ വേണ്ടിട്ടാ. ക്രേഗ് പറയുന്നുണ്ട് ലോജിക്കൽ പോസിബിലിറ്റി ആണെന്ന് പുള്ളി അവകാശപ്പെടണില്ല. ഇവൻതോ പുള്ളി അങ്ങനെ പറഞ്ഞെങ്കിലും പുള്ളിയുടെ വാദം മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആണ് എന്നുള്ളത്. അതെ, എല്ലാരും കേട്ടോ. അതെ. നമ്മുടെ ക്ലബ് ഹൗസിലൊക്കെ ആണെങ്കിലും സ്ഥിരം എന്ന് പറയുന്നതാണ് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി അല്ലേ എന്ന്. അല്ല, മെറ്റഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആണെന്നാണ് ഇപ്പൊ ക്രേഗ് തന്നെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. റൈറ്റ്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ക്രേഗ് തന്നെ പല ഡിബേറ്റ്സിൽ ചെന്ന് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പലയിടത്ത് ചെന്നിട്ട് കോൺട്രഡിക്ഷൻ, സെൽഫ് കോൺട്രഡിക്ഷൻ ആനാണ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ വാക്കുകളൊക്കെ എടുത്തിടും. അപ്പോൾ കോൺട്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ലോജിക്കൽ കോൺട്രഡിക്ഷൻ ആയിട്ടാണ്. ലോജിക്കൽ ഇമ്പോസിബിലിറ്റി അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞ സെൽഫ് കോൺട്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതെല്ലാം ചെന്ന് ആസ്ഥാനത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതാണ് ഇതിന്റെ ഒരു വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം. ഇപ്പൊ സക്കീർ നായക്കൊക്കെ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. അതേപോലെയാണ് ഇപ്പൊ ക്രേഗ് കാണിച്ചത്. അതായത് സക്കീർ നായക്ക് ഇപ്പോൾ എവല്യൂഷൻ ഒരു തിയറി അല്ലേ, എവല്യൂഷൻ ഇസ് ജസ്റ്റ് എ തിയറി. ആ തിയറി എന്ന് പറഞ്ഞ ആ വാക്ക് ആ ഒരു ടോണിൽ അയാൾ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് അയാളുടെ ഒരു അജണ്ട പുഷ് ചെയ്യാൻ വേണ്ടിയാണ്. റൈറ്റ്. അപ്പൊ ഇവിടെ ഡിബേറ്റിലൊക്കെ ചെന്നിട്ട് കോൺട്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഉടനെ കത്തുന്നത് അതൊരു ഇമ്പോസിബിലിറ്റി ആണെന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. മനസ്സിലായോ? അപ്പൊ ആ ഐഡിയ കത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രമിസ്, നിങ്ങളുടെ ആർഗ്യുമെന്റ് അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നും. മനസ്സിലായില്ലേ? പെട്ടെന്നൊരു ഇമ്പോസിബിലിറ്റി ആണെങ്കിൽ പിന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തേക്കാം അങ്ങനെ തോന്നും. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം നടക്കും. പക്ഷെ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയാണ് ഉണ്ടാവുന്നത്. അവർ വിചാരിക്കുന്ന ഈ ലോജിക്കൽ ഒരിക്കലും പോസിബിൾ അല്ലേ, ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ആണ് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഇത് മെറ്റഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആണ് തന്നെ നല്ല കൃത്യമായിട്ട് പറയണം, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. റൈറ്റ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മെറ്റഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്നൊരു സ്ട്രിക്ട്ലി ഡിഫൈൻഡ് ക്രൈറ്റീരിയ അല്ല. അത് നമുക്ക് നമ്മുടെ പല തിയറീസ് അക്സെപ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് മാറുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്രൈറ്റീരിയ ആണ്. മനസ്സിലായി? അപ്പോൾ അത് മെറ്റഫിസിക്സ് ഉപയോഗിച്ച് നിങ്ങൾ പറയാണ് ഒരു കാര്യം ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വീക്ക് ചാർജ്.
നമുക്ക് ഈസിലി ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ റൈറ്റ്. അപ്പൊ റാസി, ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, നീ ഒന്ന് അതൊന്ന്. അല്ല, അതിനു മുമ്പ് ജസ്റ്റ് ഒരു ഡൗട്ട്, മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആണെങ്കിൽ എങ്ങനെ 100% ഉറപ്പിക്കും? അതെ, ഉറപ്പിക്കാൻ പറ്റില്ല, 100% ഉറപ്പിക്കാൻ പറ്റില്ല. റൈറ്റ്. അപ്പം ഈ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കോൺട്രഡിക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മെറ്റാഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് ശരിയാവത്തില്ല. കോൺട്രഡിക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ആണ്. കാരണം കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ലോജിക്കൽ ഇമ്പോസിബിലിറ്റിയാണ് കോൺട്രഡിക്ഷൻ. അപ്പൊ നിങ്ങൾ ഇവിടെ ക്രേഗ് ആണ് പല സ്ഥലങ്ങളിൽ പോയത് കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടിരുന്നത്. അപ്പൊ കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ലോജിക്കലി അത് പോസിബിൾ ആണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്, പക്ഷെ അത് മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നത് വളരെ ഡിസോണസ്റ്റ് ആണ്. അതെ, അത് ഈ ഡിബേറ്റ്സിൽ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോ റാസി? മാനിയുടെ സ്ക്രീൻ ഷെയർ ഒന്ന് ഇതാക്കട്ടെ. ഓക്കെ, ഇപ്പൊ കാണാൻ. ഓക്കെ, 1994 ഡിബേറ്റ് ആണിത്. അതിനകത്ത് പുള്ളി പറഞ്ഞേക്കുന്നതാണ്. സെക്കൻഡ്ലി ക്യാൻ ആൻ ആക്ച്വൽ സൂം ചെയ്യാനോ? ടെക്സ്റ്റ് സൂം ചെയ്യാം, കൺട്രോൾ അമർത്തിയിട്ട് മൗസിന്റെ അത്. Okay, what I ചെയ്തില്ല. Okay. Secondly, can an actual infinite exist? I did give an argument against this. I said that self-contradictions result if you have an actual infinity instantiated in reality. Self-contradictions result if you contradiction ആണ് പുള്ളി അവിടെ സെൽഫ് കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞ വാക്കാണ് ഉപയോഗിക്കുന്നത്. if you instantiate actual infinite in reality such as minus infinity എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം. അപ്പം കണ്ടോ, പുള്ളി പറയുന്നത് സെൽഫ് കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അവിടെ അത് ഉപയോഗിക്കുന്ന സെൻസ് തന്നെ മെറ്റഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയാൻ തന്നെയാണ്. മനസ്സിലായോ? റിയാലിറ്റിയിൽ ഇത് ഇൻസ്റ്റാൻഷിയേറ്റഡ് ആവുകയാണെങ്കിൽ സെൽഫ് കോൺട്രഡിക്ഷൻസ് വരും എന്ന് പറയുമ്പോൾ അത് ഒരു രീതിയിൽ വായിക്കാം. നമുക്ക് ഒരു രീതിയിൽ വായിക്കുന്നത് പറഞ്ഞാൽ അത് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി കോസ് ചെയ്യും, അതുകൊണ്ട് റിയാലിറ്റിയിൽ അത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സെൽഫ് കോൺട്രഡിക്ഷൻസ് കൊണ്ടുവരും, അതുകൊണ്ട് റിയാലിറ്റിയിൽ അത് ഇമ്പോസിബിൾ ആണ് എക്സിസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഒരു രീതിയിൽ വായിക്കാം. മറ്റൊരു രീതിയാണ് എന്താണ് ഇവിടെ ഇത് ആക്ച്വൽ ഇൻഫിനിറ്റി റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യണം, അബ്സ്ട്രാക്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം, പക്ഷേ റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറെ അബ്സർഡിറ്റിയും കോൺട്രഡിക്ഷൻസ് ഒക്കെ കൊണ്ടുവരും, അതുകൊണ്ട് അത് മെറ്റഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് ക്ലാരിഫൈ ചെയ്യേണ്ടത് ഇത് ഒരു വാദം പറയുന്ന ഒരാളുടെ ബാധ്യതയാണ്, ഒരു ഇന്റലക്ച്വലി ഓണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യന്റെ ബാധ്യതയാണ്. അത് ഇത് ഫസ്റ്റ് ഡിബേറ്റ് ആണ്, ടൂളി ആയിട്ടുള്ള 1994 ഡിബേറ്റ്. 2011 ഡിബേറ്റ്, റൈറ്റ്. ഇത് മറ്റേത് 18 ആണ്, ഇത് 2011 ഡിബേറ്റ് ആണ്, റൈറ്റ്. സ്റ്റീഫൻ ലോയോ ആയിട്ട്. അതിനകത്തും പുള്ളി ഇതാ സെയിം സാധനം നോക്ക്. In each case, I took away an identical number of coins from an identical number of coins, came up with a self-contradictory result. അതൊരു self-contradictory result ആണ് എന്നാണ് പുള്ളി അവിടെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? പക്ഷെ അവിടെ പുള്ളിയുടെ വാദം ശരിക്കും അങ്ങനെയല്ല. പുള്ളി അക്കാഡമിക്കലായ തന്നാലും പുള്ളിയുടെ വർക്ക്സ് എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല. പുള്ളി എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റ്. ഇപ്പോൾ ഒരു ഹോട്ടൽസ്, അങ്ങനെയുള്ള കോൺക്രീറ്റ്, ബേസ്ബോൾസ്, അങ്ങനെയുള്ള കോൺക്രീറ്റ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുന്നത് ഒരു അബ്സേർഡിറ്റി ആണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ വന്നപ്പോൾ അത് കോൺട്രഡിക്ഷൻ, സെൽഫ് കോൺട്രഡിക്ഷൻ എന്നാണ് പുള്ളി അവിടെ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ്. അത് എത്രത്തോളം ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എഗെയിൻ ഈ എന്താണ് 2018 ഡിബേറ്റ്, റൈറ്റ്. മൈക്ക് ബെഗോൺ, മില്ലേനിയം ക്രേഗ്, അതിനകത്താണെങ്കിൽ സെയിം സാധനമാണ് പുള്ളി അവിടെ അടിച്ചു വിട്ടേക്കണത്. But mathematicians recognize that the existence of an actual infinite number of things leads to self-contradictions. അപ്പം ഇത് ഓർത്ത് വെച്ചോട്ടോ, മാത്തമാറ്റീഷ്യൻസ് പറയാണ് സെൽഫ് കോൺട്രഡിക്ഷൻ വരുന്നു. ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെ ക്രേഗ് ഓൾറെഡി പറഞ്ഞു, ഇതാ കോൺട്രഡിക്ഷൻ അല്ലാന്നാണ്, അബ്സേർഡിറ്റി മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞും കാണാം ക്രേഗ് തലകുത്തി പറയുന്നത്. പുള്ളി അക്കാഡമിക് വർക്കിൽ ആദ്യം തന്നെ കലാമിന്റെ ഫസ്റ്റ് ബുക്ക് പുള്ളി പബ്ലിഷ് ചെയ്തത്, അതിനകത്ത് തന്നെ കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട് റിയാലിറ്റിയിലാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഈ ഡിബേറ്റിലൊക്കെ വരുമ്പോൾ പിന്നെ പുള്ളി ഫുള്ള് കോൺഫിഡൻസ് ആണ്, സെൽഫ് കോൺട്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് താഴേക്ക് വിടും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആൾക്കാർ ശരിക്കും അത് വിശ്വസിക്കുന്നത് പറഞ്ഞ ഒരു ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ട്, ലോജിക്കലി ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമായിട്ടാണെന്നാണ് ആൾക്കാർ ശരിക്കും പോപ്പുലർലി പബ്ലിക് വിശ്വസിക്കുന്നത്. അത് നമ്മുടെ ഈ കേരളത്തിലുള്ള തീയിസ്റ്റുകളാണെങ്കിൽ തന്നെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, റൈറ്റ്. അത് ഈ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം എനിക്ക് ക്ലാരിഫൈ ഉണ്ട്. അത് ഇവിടെ മെറ്റഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നതും കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. മെറ്റഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോജിക്കൽ കോൺട്രഡിക്ഷൻ ഉണ്ടെന്നല്ല, അല്ലെങ്കിൽ ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ആണെന്നല്ല. പക്ഷെ കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ആണ്. ദർ ഈസ് നോ കോൺട്രഡിക്ഷൻ വിച്ച് ഇസ് നോട്ട് ലോജിക്കൽ. കാരണം കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റോ നെഗേഷൻ ഒരേ സമയത്ത് ഉണ്ടാവുന്നു എന്നതാണ്. ഇപ്പൊ കോൺട്രഡിക്ഷൻ എന്ന് നിങ്ങൾ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംപ്ലൈ ചെയ്യുന്നത് നിങ്ങളവിടെ മിസ്ലീഡ് ചെയ്യുകയാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ അറിയാതെ ചെയ്യുന്നതാണോ എന്നതൊക്കെ വേറെ വിഷയം. ബട്ട്
ഇപ്പം നീച്ചെ പറഞ്ഞിരിക്കുന്നത് ക്രേഗ് ഹാസ് ഓൾവേസ് അബ്സേർഡ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ നമ്മളിപ്പോ കാണിച്ച റെഫറൻസ് ഇല്ലല്ല, അത് ഇപ്പൊ Always നിങ്ങൾ said എടുത്ത് it. എഴുതല്ല. പുള്ളി തന്നെ കോൺട്രഡിക്ടറി എന്ന് പുള്ളിയുടെ പറയണേ കൊണ്ട് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ തന്നെ Ah, പുള്ളി Craig കോൺട്രഡിക്ടറി has എന്നാണ് പറയുന്നത്. always പുള്ളിയുടെ said that അപ്പം it is മാനി ഷെയർ absurd. ചെയ്ത് അതിലുണ്ട്. ഇത് പുള്ളിയുടെ തന്നെ പറഞ്ഞോ. അല്ല, ഞാൻ പറയുന്ന കാര്യം ഓൾവേസ് സെഡ് ഇറ്റ്സ് അബ്സേർഡ് എവിടെ പറഞ്ഞിട്ടുണ്ട്? അക്കാഡമിക് വർക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ഡിബേറ്റ് വരുമ്പോൾ അണ്ണന്റെ വിധം അങ്ങ് മാറും. പിന്നെ ഫുള്ള് ഇമ്പോസിബിലിറ്റി ആണ്, കോൺട്രഡിക്ഷൻ ഒക്കെയാണ്. മനസ്സിലായി? അതാണ് ഇവിടുത്തെ പ്രശ്നം. ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. ഒരു 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 സയന്റിസ്റ്റ് വന്നിട്ട് അയാൾ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പറയാണ്, അത് ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോപ്പുലർ ലെവലിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഉപയോഗിച്ച് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത് തെറ്റ് തന്നെയാണ്. മനസ്സിലായി? അത് കൃത്യമായിട്ട് ക്രേഗ് പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന മെറ്റഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആണ്, ലോജിക്കൽ ഇമ്പോസിബിലിറ്റി അല്ല. ഇത് എത്ര വർഷത്തിന്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ കാണിച്ചതെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് പുള്ളിക്ക് മനസ്സിലായിക്കൂടെ ഞാൻ ഇത് പറഞ്ഞതിൽ കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്? അറിയാതെ സംഭവിച്ചാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, അത് ക്രൈഗ് പറയൂട്ടോ, എപ്പോ അബ്സർഡിറ്റി ആണെന്ന് പറയും ഫിലോസഫേഴ്സിന്റെ അടുത്തേക്ക്. മാൽപാസിന്റെ ഇപ്പൊ ഡിബേറ്റിന് മുമ്പ് അതേപോലെ തന്നെ വെസ്റ്റ് മോറിസ്റ്റൻ റിപ്ലൈ കൊടുക്കുന്ന പേപ്പറിലൊക്കെ പറയും, അയ്യോ ഇതില് ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ഒന്നുമില്ല, കോൺട്രഡിക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് അബ്സേർഡിറ്റി മാത്രമല്ല എന്ന്. നേരെ മറിച്ച് ഹിച്ചൻസ് ആയിട്ടുള്ള ഡിബേറ്റ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പൊ മാനി കാണിച്ച ഡിബേറ്റ് ആണല്ലോ, അപ്പോഴൊക്കെ കോൺട്രഡിക്ഷൻ, ഇത് നടക്കില്ല, ഒരു രക്ഷയല്ല, അതൊന്നും എടുത്ത് കൊല്ലാനേ പറ്റില്ല എന്നൊക്കെ പറയാ. അജാതി കോൺഫിഡൻസ്. ഫുള്ള് വിധം അങ്ങ് മാറും, പുള്ളിയുടെ ഫുള്ള് സ്റ്റൈൽ അങ്ങ് മാറും ഡിബേറ്റിന് പോയി കഴിയുമ്പോ. സിമാൻ എന്തെങ്കിലും അടി ഉണ്ടോ? ഇല്ല, വീഡിയോ പ്ലേ അടിക്കാം. ഓക്കെ, സ്ക്രീൻ ഷെയർ പ്ലീസ്. Logically impossible if it involves a contradiction. But philosophers have come to recognize that there's a wide range of things which are plausibly physically impossible, even though they are strictly logically consistent. To give a few examples, gold has the atomic number 3. Now, that statement doesn't involve any strict logical contradiction, but surely it's metaphysically impossible. If gold had the atomic number 3, it would be a different element. It wouldn't be gold. Or here's another one. This desk could have been made of ice. Now, certainly we can imagine an ice desk that is in the same shape and size as my wooden desk, but it wouldn't be this desk. It seems that it's metaphysically necessary that this desk could not have been made of ice. Or here's another example. Something has a size, but not a shape. There's no strict logical inconsistency in that. And yet surely it's metaphysically necessary that anything that has a size has a shape. Or another example, something can come into being from nothing. There's no strict logical contradiction in asserting that, but I would say that if anything is metaphysically impossible, it's surely അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോ. ഉണ്ടാവണത് അതെ, മെറ്റാഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ഞങ്ങൾ കറക്റ്റ് എഗ്രി ചെയ്യുന്ന പോയിന്റ് ആണ് ക്രൈഗിന്റെ അടുത്ത്. നത്തിങ്ങിൽ നിന്ന് സംതിങ് ഉണ്ടാവുകയോ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് നടക്കില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. മെറ്റാഫിസിക്കലായ ഇമ്പോസിബിൾ ആയ സാധനങ്ങൾ ദൈവത്തിനും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നോട്ട് ദ പോയിന്റ്. അതെ, അഗെയിൻ നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് ഞാൻ ഒന്ന് അഡ്രസ് ചെയ്യാൻ വിചാരിച്ചത്, ഇവിടെ ഈ ഒരു അബ്സേർഡിറ്റി കാരണമല്ല നമ്മൾ ഗോൾഡിന്റെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണെങ്കിൽ അത് ഗോൾഡ് ആവില്ല എന്ന് പറയുന്നത്. റൈറ്റ്? കാരണം അത് ഗോൾഡ് എന്ന് പറഞ്ഞൊരു സാധനം എന്താണ്? അതിന് ഒരു ക്യുമുലേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ആ ഒരു സാധനത്തിനാണ് നമ്മൾ ഗോൾഡ് എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ ഉണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. റൈറ്റ്? അതിന്റെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഗോൾഡ് എന്ന് നമ്മൾ ഇരിക്കുന്ന ഈ സാധനം. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മാറിക്കഴിഞ്ഞാൽ ഈ സാധനം മാറി. ഇപ്പൊ എന്റെ കയ്യിൽ ഗോൾഡ് ഇരിക്കുകയാണ്, അതിനകത്ത് ഈ അറ്റോമിക് നമ്പർ മാറി, ഗോൾഡിന്റെ ഈ സാധനത്തിന്റെ അറ്റോമിക് നമ്പർ മാറി, എനിക്കത് ഗോൾഡ് അല്ല. അപ്പൊ അവിടെ ഒരു അബ്സേർഡിറ്റി അല്ല വരുന്നത്, അവിടെ ഒരു ക്ലിയർ വയലേഷൻ ഓഫ് പ്രോപ്പർട്ടി മാറുന്നു. റൈറ്റ്? അതേപോലെ ഈ ഡെസ്കിന്റെ കാര്യമാണെങ്കിൽ സെയിം സാധനം, ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, വുഡൻ ആണെന്നുള്ളത് ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ആ പ്രോപ്പർട്ടി മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ ഈ എക്സ് നൈലോ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നത്തിങ്നെസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു തരത്തിലുള്ള പൊട്ടൻഷ്യലും ഉണ്ടാകാൻ പറ്റത്തില്ല, ഒരു തരത്തിലുള്ള പൊട്ടൻഷ്യാലിറ്റി ഒന്നും ഉണ്ടാകാൻ പറ്റത്തില്ല. അതാണ് നത്തിങ്നെസ്, നോട്ട് എനിത്തിങ് ആണല്ലോ നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ
ഒരു കാര്യം വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൊട്ടൻഷ്യലിന്റെ ആക്ച്വാലിറ്റി ആണ്, ആക്ച്വലൈസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംതിങ് വരാൻ പറ്റില്ല. എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ സംതിങ് ഹാസ് ടു കം ഇൻ ടു ബീങ്, അതൊരു പൊട്ടൻഷ്യാലിറ്റിയുടെ ആക്ച്വലൈസേഷൻ ആയിരിക്കണം. പക്ഷേ പൊട്ടൻഷ്യാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യാത്ത അവസ്ഥകളെയാണ് നമ്മൾ നത്തിങ് എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. അത് എന്താ ക്രേഗ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന മെറ്റഫിസിക്കൽ തിയറി അനുസരിച്ചിരിക്കും. അത് കണ്ടസ്റ്റ് ചെയ്യുന്ന ഫിലോസഫേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രഹാം മോർഫി, പുള്ളി പറയുന്ന പുള്ളിയുടെ മെറ്റഫിസിക്കൽ തിയറിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞാൽ അത് കണ്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ക്രേഗ് പറഞ്ഞ ഈ ഓരോ ഇൻസ്റ്റൻസസും റൈറ്റ്, ഇപ്പം എന്താണ് ഈ ടേബിളിന്റെ കാര്യമായാലും ഗോൾഡിന്റെ കാര്യമായാലും അതൊക്കെ ഒരു അബ്സേർഡിറ്റി കാരണമല്ല നമ്മൾ പറ്റില്ല എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഇറ്റ്സ് അബ്സേർഡ്, റൈറ്റ്? ക്രേഗ് മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ എന്ന് പറയുന്നതിന് മുമ്പേ പറയുന്നത് പ്ലോസിബിളി മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ എന്നാണ്. കാരണം ഫസ്റ്റ് അപ്പൊ അത് 100% ആയിട്ടുള്ളൊരു സാധനമല്ല. നമ്മളെ മെറ്റാഫിസിക്കൽ തിയറി എന്താണ്, അതിനെതിരെ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതാണ് മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ. അപ്പൊ ആദ്യം നമുക്ക് ആ തിയറി എങ്ങനെയാ കിട്ടുന്നത്? ആ തിയറിയിൽ തെറ്റുപറ്റാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളെ മെറ്റാഫിസിക്കൽ തിയറി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മെറ്റാഫിസിക്കൽ തിയറി ഇൻഫിനിറ്റി പോസിബിൾ ആണ് എന്നാണ് നിങ്ങളെ മെറ്റാഫിസിക്കൽ തിയറി എങ്കിൽ അത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ അതും തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു 100% ഗെയിം അല്ല, പ്ലോസിബിൾ ഗെയിം ആണ്. അതെ, കറക്റ്റ്. യെസ്. നമുക്ക് മുന്നേക്ക് പോയാലോ? അത് ഇത്രയും അടി കിട്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പേര് പിടിച്ച് ഇത്രയും റെസ്പോൺസ് കൊടുത്ത് ഇത്രയും വീഡിയോയും വന്നതിന് ശേഷമാണ് പുള്ളി ഇപ്പൊ ഇങ്ങനെ പറയുന്നതെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കി എല്ലാ വീഡിയോസിനും പുള്ളി ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. പ്ലേ ചെയ്തോ. നദീം ഖാന്റെ കമന്റ് നമ്മള് കണ്ട? ഞാൻ പറഞ്ഞു മടുത്തു. പ്രിയപ്പെട്ട നദീം ഖാൻ, എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ അവരുടെ പുറകെ പോയി കാല് പിടിച്ചാണ് ഡിബേറ്റിന് വരൂ. അവർക്ക് താല്പര്യം ഇല്ല എന്ന് അവർ പറഞ്ഞു. നമുക്ക് മെസ്സേജ് അയച്ച വല്ല മെസ്സേജ് ഓഡിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് തെളിവുകൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ. നമ്മുടെ ആർഗ്യുമെന്റ്സ് കേൾക്കാൻ അവരുടെ ഓഡിയൻസിന് താല്പര്യം ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അവരുടെ ലൈവിൽ പോയി ഡിബേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞങ്ങളിങ്ങനെ വീണ്ടും പുറകെ നടക്കുന്ന നമുക്ക് വേറെ പണിയില്ലേ? അങ്ങനെ അവർക്ക് അത്ര ഡിബേറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അവർ വരട്ടെ, അല്ലെങ്കിൽ നമ്മൾ ലൈവ് ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ഡിബേറ്റ് ചെയ്തോളൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പറയുന്നത് അബ്സർഡിറ്റിയാണ്. അല്ല, ഇത് അവരുടെ ലൈവിൽ കയറി ചെല്ലുമ്പോ എന്താ പ്രശ്നം പറഞ്ഞാൽ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഒരു സമയത്ത്, റൈറ്റ്? ഞാൻ അവിടെ ഇന്നലെ ആ ലൈവിൽ ചെന്നപ്പോ അതാണ്. വീഡിയോ പ്ലേ അടിക്കാം. വലിയ വീഡിയോ. Or here's my favorite example from Alvin Plantinga. The prime minister is a prime number. That is clearly metaphysically impossible, and yet there's no strict logical contradiction in that. So none of these things is strictly logically impossible. അവിടെ സെൽഫ് കോൺട്രഡിക്ഷൻ ഇല്ല എന്ന് കൂടി പറയണം. അവിടെ സെൽഫ് കോൺട്രഡിക്ഷൻ എല്ലാം കൂടെ അടിവരയിട്ട് പറയണം. അപ്പൊ സെൽഫ് കോൺട്രഡിക്ഷൻ ഉണ്ട്, ആക്ച്വലി ഇൻഫിനിറ്റി സെൽഫ് കോൺട്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടി നിർത്തണം. പിന്നെ പുള്ളിയുടെ ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം എനിക്കറിയില്ല, എന്റെ നെറ്റ് ഇന്ന് ഭയങ്കര വീക്കാണ്. പുള്ളി നമ്മൾ ഈ കാണിച്ചതെല്ലാം പുള്ളിയുടെ തന്നെ സൈറ്റിൽ reasonablefaith.org എന്നുള്ള സൈറ്റിൽ പുള്ളിയുടെ തന്നെ ഡിബേറ്റ് ട്രാൻസ്ക്രിപ്റ്റിൽ പുള്ളി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെയാണ് നമ്മൾ റെഫറൻസുകൾ എടുക്കുന്നത്. സോ നമ്മളെ പുള്ളി സ്ട്രോമാൻ ഒന്നും ചെയ്തില്ല. ഈ നേരത്തെ മാനി കാണിച്ച എല്ലാ സംഭവങ്ങളും പുള്ളിയുടെ എല്ലാ ഡിബേറ്റ്സും പുള്ളി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റൈറ്റ്. പിന്നെ ഈ പ്രൈം മിനിസ്റ്റർ ഇസ് നോട്ട് എ പ്രൈം നമ്പർ, അതൊരു അബ്സേർഡിറ്റി അല്ല. ഈ അബ്സേർഡിറ്റിനെ കുറെ കേൾക്കും. ഇത് ഫുള്ള് വീഡിയോ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് അബ്സേർഡ്, അതാണ് സംഭവം. അപ്പൊ ഇത് പുള്ളി പറഞ്ഞു ഈ പ്രൈം മിനിസ്റ്റർ പ്രൈം നമ്പർ എന്ന് പറഞ്ഞത് അബ്സേർഡിറ്റി അല്ല. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ അത് ഡിഫൈൻ ചെയ്യുന്ന കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്, റൈറ്റ്? അതൊരു കോൺക്രീറ്റ് എൻറ്റിറ്റി ആണ്, ഒരു മനുഷ്യനാണ്, ഈ എന്താണ് എലക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയാണ്. ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ട് എൻറ്റിറ്റി ആണ്, റൈറ്റ്? അപ്പൊ അത് എൻറ്റയർലി ഡിഫറെന്റ് പ്രോപ്പർട്ടീസും കാര്യങ്ങളുള്ള സാധനമാണ്. അത് രണ്ടും ഒന്നല്ല എന്നുള്ളത് ഐ മീൻ അതൊരു അബ്സേർഡിറ്റി അല്ല, ഇറ്റ് ഇസ് പ്രിറ്റി എവിഡന്റ്, റൈറ്റ്? മാനി, ക്രേഗിന്റെ ഓൾ പോയിന്റ് ബോയിൽസ് ഡൗൺ ടു എന്താ? ഇൻഫിനിറ്റി ഈസ് ബാഡ്, therefore God. അതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അതെ, I hate infinities. വല്ലാണ്ട് കളിയാക്കിയ തവണ പിള്ളേർ ഇവിടെ കേരള, ആന്ധ്ര, മുംബൈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെ ആര് കളിയാക്കണ്? ലോകത്തെ 6th ഫേമസ് ഫിലോസഫർ ആണ്. അതെ, ഞങ്ങളുടെ ശ്രദ്ധിച്ചല്ലേ, ഇതാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫിലോസഫർ കേട്ടോ. ഫേമസ് ഫിലോസഫർ നിനക്കൊരു വിലയില്ല, അതാണ് പ്രശ്നം.
സിക്സ്ത് ഫേമസ് ഫിലോസഫർ ആണ്. ഞാൻ എന്ത് ചെയ്യാനാണ് അല്ലേ? എനിക്കാണെങ്കിൽ ഒരു മര്യാദ ഇല്ലാതായി പോയി അല്ലേ? സിക്സ്ത് ഫേമസ് ഫിലോസഫറിനൊന്നും എനിക്കൊരു റെസ്പെക്ട് ഇല്ല. എന്ത് ചെയ്യാനാ? പോട്ടെ റാസി, കണ്ടിന്യൂ പോട്ടെ. They are metaphysically impossible. Some metaphysical impossibilities are also strictly logically impossible, but not all of them. And my focus in the Kalam argument is on situations that are metaphysically impossible, even if they're not strictly logically impossible. Things like a Hilbert's Hotel with an actually infinite number of rooms, or a Bernadette's book with an ഹിൽബർട്ട്സ് ഹോട്ടല് പറഞ്ഞപ്പോഴാ നീ ആ ബുക്കില് വെക്കണത് കണ്ടില്ലേ ക്രൈഗിനെ? അറ്റ്ലീസ്റ്റ് വൺ ഫിലോസഫർ നമ്മള് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് വൺ ഫിലോസഫർ ഹാസ് argued that Hilbert's Hotel is metaphysically impossible. Approaching Infinity. മൈക്കിൾ ഹ്യൂമർ എന്ന് പറഞ്ഞ ഫിലോസഫർ എഴുതിയ പുസ്തകമാണ്. അത് ക്രൈഗിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എനിക്ക്? അതെ, ഇതിനകത്ത് അവിടെ പോയി നോക്കിട്ട് അതിനകത്ത് അതൊന്നും പാരഡോക്സ് അല്ലെന്നാണ് പുള്ളി പറയുന്നത്. ഐ മീൻ അതൊക്കെ അതില് പുള്ളി ബേസിക്കലി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇൻഫിനിറ്റ് റീഗ്രസ് എന്ന് കേൾക്കുമ്പോ അപ്പൊ തന്നെ ചാടിയിട്ട് ഇമ്പോസിബിൾ എന്ന് പറയുന്ന ആൾക്കാർ ആ ബുക്ക് ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. അതില് പലതരത്തിലുള്ള ഇൻഫിനിറ്റികൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മള് ദൈവത്തിന്റെ കേസിൽ വരുമ്പോ ഇൻഫിനിറ്റ് റീഗ്രസ് ഓഫ് കോസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഫിനിറ്റ് റീഗ്രസ് ഓഫ് ട്രൂത്ത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഒരുപാട് ഫിലോസഫേഴ്സ് അതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഫിനിറ്റ് റീഗ്രസ് ഓഫ് റീസൺസ്, അതില് പല പൊസിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻഫിനിറ്റിസം, കോഹറന്റിസം, ഫൗണ്ടേഷനിസം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കോസിന്റെ കേസിൽ ഡിബേറ്റബിൾ ആണെന്നാണ് ആ ബുക്കിൽ പറയുന്നത്, അല്ലാതെ ഇമ്പോസിബിൾ ആണെന്ന് പറയണില്ല. ഡിബേറ്റബിൾ ഇൻ എ സെൻസ് ഇപ്പോൾ അക്കാഡമിയിൽ ഒരുപാട് ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷെ പുള്ളി അതിനെ യാതൊരു രീതിയിലുള്ള കോൺട്രഡിക്ഷനും കാണുന്നില്ല. കംപ്ലീറ്റ്ലി ഓക്കെ പോസിബിൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത്. റാസി പറഞ്ഞിരുന്നു, അതായത് ഇൻഫിനിറ്റ് റീഗ്രസ് ഓഫ് കോസസ് ആണെന്ന്. റൈറ്റ്, ഇൻഫിനിറ്റ് റീഗ്രസ് ഓഫ് കോസസ് ആണെന്ന് അതിനോട് മാത്രം പ്രശ്നം കാണുന്ന ഫിലോസഫേഴ്സ് ആണ് അലക്സാണ്ടർ പ്രിസ് പോലുള്ള ഫിലോസഫേഴ്സ്. റൈറ്റ്, ക്രേഗിന് ഒരു ആക്ച്വൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. ആക്ച്വൽ ഇൻഫിനിറ്റി ഓഫ് ഇവന്റ്സ് ആയാലും ആക്ച്വൽ ഇൻഫിനിറ്റി ഓഫ് കോസസ് ആയാലും എന്തൊരു കോൺക്രീറ്റ് എൻറ്റിറ്റിയുടെയും ഒരു ആക്ച്വൽ ഇൻഫിനിറ്റ് സാധനം ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. പ്രതീക്ഷേ ഒരു കള്ള ചിരിയ കാടി. എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നു. infinite number of pages. Now, if any of our viewers or listeners are interested in illustrations involving strict logical impossibilities, I want to recommend Alexander Prusa's recent book, Infinity, Causation, and Paradox, in which he provides a plethora of illustrations showing that an actually infinite past would involve strict logical impossibility. സൂപ്പർ ചാറ്റ് കാണുന്നില്ല. വീണ്ടും ഇയാള് പറഞ്ഞു സ്ട്രിക്റ്റ് ലോജിക്കൽ ഇമ്പോസിബിലിറ്റീസ്. അത് എന്താ പ്രുസ് കൊടുക്കുന്ന പാരഡോക്സുകള്. ഇപ്പൊ പ്രുസ് കുറെ ബെനഡിക്റ്റ് പാരഡോക്സുകളും പിന്നെ പ്രുസിന്റേതായിട്ടുള്ള കുറച്ച് പാരഡോക്സുകളും ആ ബുക്കിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതില് പ്രൂസ് പറയണ മെജോറിറ്റി പാരഡോക്സുകളൊക്കെ ഒപിയുടെ ഫിലോസഫിക്കൽ പെർസ്പെക്ടീവ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ബുക്കിൽ അഡ്രസ് ചെയ്യുന്നുണ്ട് ഒപി. പിന്നെ അൺസാറ്റിസ്ഫൈബിൾ പെയർ ഡയഗ്നോസിസ് വെച്ചിട്ട് പ്രൂസിന്റെ എല്ലാ പാരഡോക്സുകളും, പ്രൂസ് പറയണ എല്ലാ പാരഡോക്സുകളും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, കൗണ്ടർ ചെയ്യാൻ പറ്റും. അൺസാറ്റിസ്ഫൈബിൾ പെയർ ഡയഗ്നോസിസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ള വല്ല വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മാൽപാസിന്റെ വീഡിയോ ഉണ്ട്. പക്ഷെ പോയിന്റ് എന്താ വെച്ചാൽ ഇതൊന്നും ക്രൈഗ് ഒരു ഡിബേറ്റിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ പ്രൂസിന്റെ പാരഡോക്സുകൾ, ഇപ്പോ പേപ്പർ പാസർ സെനാരിയോ, ഗ്രിം റിപ്പർ പാരഡോക്സ് പോലത്തെ പാരഡോക്സുകളൊന്നും ക്രൈഗ് എവിടെയും പറയാറില്ല. ക്രൈഗ് ഹിൽബർട്ട്സ് ഹോട്ടലും അതേപോലെ തന്നെ അങ്ങനത്തെ സംഭവമൊക്കെ പറഞ്ഞിട്ടാ പറയുന്നത് ആക്ച്വൽ ഇൻഫിനിറ്റി എന്താ ഇമ്പോസിബിൾ ആണ്, കോൺട്രഡിക്ഷൻ ആണെന്നൊക്കെ. അപ്പൊ അത് ക്രൈഗ് അവിടെ ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല. ക്രൈഗ് അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. പ്രിസിന്റെ അപ്രോച്ച് എന്താണെന്ന് ക്ലിയർ ആക്കാം. പ്രിസ് രണ്ട് ആർഗ്യുമെന്റ് ആണ് കൊടുക്കുന്നത്. ഒരു ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്, ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ പാരഡോക്സസ് ഉണ്ട്. ഈ പാരഡോക്സസിന്റെ ഒക്കെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസൽ ഫൈനറ്റിസം ആണ്. റൈറ്റ്, കോസൽ ഫൈനറ്റിസം ഇതിനെല്ലാത്തിനും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്.
അതുകൊണ്ട് അത് നമ്മൾ പ്രിഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ആണ് പ്രിസ് കൊണ്ടുവരുന്നത്. റൈറ്റ്, അതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് കോസൽ ഫൈനറ്റിസം ഇസ് നോട്ട് ട്രൂ, പാരഡോക്സസ് ആർ പോസിബിൾ. ഈ ഒരു പാരഡോക്സസ്, ഇൻഫിനിറ്റി പാരഡോക്സസ് എല്ലാം പോസിബിൾ ആണ്. അപ്പൊ ഈ പാരഡോക്സസ് ഒന്നും പോസിബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല, മെറ്റഫിസിക്കലി ആട്ടോ, മെറ്റഫിസിക്കലി പോസിബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കോസൽ ഫൈനറ്റിസം ശരിയാണെന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് പ്രുസ് എടുക്കുന്നത്. അപ്പൊ പ്രുസിന്റെ വേൾഡ് വ്യൂല് ആക്ച്വൽ ഇൻഫിനിറ്റീസ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ആക്ച്വൽ ഇൻഫിനിറ്റ് റിഗ്രസ് ഓഫ് കോസസ് ആണ് പുള്ളിക്ക് പ്രശ്നമുള്ളത്. ഒരു കോസുകളുടെ ഒരു ആക്ച്വൽ ഇൻഫിനിറ്റ് റിഗ്രസ് ആണ് പുള്ളിക്ക് പ്രശ്നകരമായിട്ടുള്ളത്. അത് മാത്രമേ പ്രുസ് അഡ്രസ് ചെയ്യുന്നുള്ളൂ താനും. റൈറ്റ്, അതിന് വേറെ റെസ്പോൺസുകളുണ്ട്. ഈ പാരഡോക്സസ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്, അൺസാറ്റിസ്ഫൈബിൾ പെയർ ഡയഗ്നോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത് കണ്ടന്റ് ചെയ്യാം, അത് ഒരു ഡിഫറെന്റ് ലൈൻ ആണെന്നേ ഉള്ളൂ. ഈ ക്രെയ്ഗ് പറയുന്ന ഇതും അതുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ല. പുള്ളിയുടെ ക്ലെയിം ഇതിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ക്ലെയിം ആണ്. റൈറ്റ്, ആക്ച്വൽ ഇൻഫിനിറ്റീസേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്. മാൽപാസിന്റെ നല്ല ഡിഫൻസുകളാണ് അവിടെ, അതിന് മറുപടി ആയിട്ടൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാൽപാസിന്റെ മറുപടി വന്നിട്ടുണ്ട്. കൂൺസ് മറ്റേ പാച്ച് വർക്ക് പ്രിൻസിപ്പിള്, അതിപ്പോ അതും ഇങ്ങനെ ജസ്റ്റ് നമ്മളെ എയറിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ ചിലപ്പോ കേൾക്കണവർ ആദ്യമായിട്ട് ആ ടേം കേൾക്കുന്നുണ്ടാവും. അപ്പൊ ആദ്യം അൺസാറ്റിസ്ഫൈബിൾ പെയർ പറയണം, പിന്നെ അതിന് കൗണ്ടർ ആയിട്ട് അൺസാറ്റിസ്ഫൈബിൾ പെയർ നമ്മൾ ഓൾറെഡി മറ്റേ ലിയാക്കത്തിന്റെ ചാനലിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണേണ്ട ഒരു സൗണ്ട് ക്വാളിറ്റി ചെയ്യണമെന്ന് വരുന്ന എനിക്ക് തോന്നുന്നു. അൺസാറ്റിസ്ഫൈബിൾ പെയർ അത് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, പിന്നെ ചെയ്യാം. ഇപ്പൊ തൽക്കാലത്തേക്ക് അപ്പം ബേസിക്കലി ആ ഒരു അക്കാഡമിക് ഡിസ്കഷൻ എന്ന് പറഞ്ഞ വേറൊരു തലത്തിലാണ്, മനസ്സിലായോ? ഈ ക്രെയ്ഗ് പറയുന്ന ഈ ഒരു ലെവലിൽ ജസ്റ്റ് വൺ ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്തൂടെ? ഉദാഹരണത്തിന് മാനിക്ക് എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ്ലി ലോജിക്കലി പോസിബിൾ ആണ്. മാനിക്കിനേക്കാൾ ഹൈറ്റ് ഉണ്ട് എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി ലോജിക്കലി പോസിബിൾ ആണ്. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല, മെറ്റഫിസിക്കലി ഇംപോസിബിൾ ആണ്. കറക്റ്റ്, അതെ. സോ യാ, അതാണ് ബേസിക് ഐഡിയ. ഫിസിക്കലി ഇംപോസിബിൾ ആണോ? അത് അല്ല, അത് ലോജിക്കലി ഇംപോസിബിൾ ആണ്. അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. ലോജിക്കൽ ഇംപോസിബിലിറ്റി അല്ലേ? അതെ. അപ്പൊ രണ്ട് കോൺട്രാക്ടറി ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസിനെ കൊണ്ടുവന്നിട്ട് ഒരു സിനേറിയോ ക്രിയേറ്റ് ചെയ്ത് ആ സിനേറിയോ ഒരു കോൺട്രഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഈ ബേസിക്കലി പ്രുസ് കൊണ്ടുവരുന്ന ഈ ഗ്രിം റീപ്പർ പോലുള്ള പാരഡോക്സസിന്റെ പ്രശ്നം എന്നാണ് ഈ ഐഡിയ ബേസിക്കലി. റൈറ്റ്, അതൊരു വേറെ വീഡിയോയിൽ തന്നെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. റൈറ്റ്, അത് നമുക്ക് പിന്നെ ചെയ്യാം. റാസി എന്തായാലും വീഡിയോ പ്ലേ ചെയ്തോ കുറച്ച്. ഈ പാരഡോക്സ് ഒക്കെ ആരെങ്കിലും ഇവിടെ പറയണ്ടേ? അൺമാസ്ക് എത്തിസം പറയൂ, ആരെങ്കിലും പറയൂ. നമ്മളെന്നെ പറഞ്ഞു, നമ്മളെന്നെ കൗണ്ടർ ചെയ്ത്. അതെ, പോട്ടെ, പ്ലേ ചെയ്തോ റാസി, പ്ലേ ചെയ്തോ. The so-called Grim Reaper paradox. It goes like this. Imagine that you're alive at midnight, but there is a Grim Reaper who will cut you down at 1 o'clock if you're still alive then. But there's a second Grim Reaper who will cut you down at 12:30 if you're പറഞ്ഞില്ലേ, പറയാറില്ല. Then, but then there's a third Grim Reaper who will cut you down at 12:15 if you're alive then, and so on ad infinitum. The result of this is that it is logically impossible for you to live past midnight, and yet you cannot be killed by any Grim Reaper, because before any Grim Reaper could kill you, you would already be dead. And so this is a great illustration of how an actually infinite number of things leads to a strict logical impossibility. ഇതൊരു നല്ല ഇല്ലസ്ട്രേഷൻ ആണ്. ഇതൊരു നല്ല ഇല്ലസ്ട്രേഷൻ ആണ്. എന്തിന്റെ ഇങ്ങനെ ഒരു ഗ്രിം റീപ്പേഴ്സിന്റെ സീരീസ് ഉണ്ടാവത്തില്ല, പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ഇൻഫിനിറ്റ് കോസിന്റെ ചെയിൻ ഉണ്ടാവത്തില്ല എന്നുള്ളതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ അല്ലേ ഇത്? ഒന്നാമത്തെ പ്രശ്നം, ഗ്രിം റീപ്പർ എന്ന് പറയുന്നത് ബാഡ് എക്സാമ്പിൾ ആണ് യൂണിവേഴ്സിന്റെ ടെമ്പറൽ സീരീസിന് ഒരു ബിഗിനിങ് ഉണ്ടെന്ന് കാണിക്കാൻ. കാരണം ഇതൊരു കൺവേർജിങ് സീരീസ്, അതായത് ഇതിങ്ങനെ കുറഞ്ഞ് ഹാഫായി വരിക ചെയ്യണത്, സീനോസ് പാരഡോക്സ് പോലെ. ഇതൊരു സ്റ്റാർട്ടിങ് ഇല്ലാത്ത സീരീസ് അല്ല, ഇതിന് സ്റ്റാർട്ടിങ് ഉണ്ട്. അതായത് 12 കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഇയാൾ മരിക്കും എന്നാണ് പറയണത്. അപ്പൊ അതിലെ ഫസ്റ്റ് മെമ്പർ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം, കാരണം അത് കൺവേർജ് ആയി വരും എന്നുള്ളത്. അല്ലാണ്ട് ഇതിലൊരു ഫിനിറ്റിസം പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു പാരഡോക്സ് അല്ല, ഇത് ഡിഫറെന്റ് സെനാരിയോ ആണ്. പേപ്പർ പാസർ സെനാരിയോ ഞാൻ പറയുമ്പോൾ കറക്റ്റ് പാരലൽ ആണ്. ഇപ്പൊ പേപ്പർ പാസ് സിനേറിയോ പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ കേസിന് വേണ്ടി അതാണ് ബെറ്റർ.
പക്ഷേ ഐ മീൻ ഗ്രിം റീപ്പർ ഈ പറഞ്ഞ ഗ്രിം റീപ്പർ പാരഡോക്സിന് റെസ്പോൺസുകൾ ഉണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. എനിക്കൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. റാസി പോട്ടെ, ഇപ്പൊ തന്നെ 45 മിനിറ്റ് ആയി, 8 മിനിറ്റ് സ്ലോട്ടുള്ളൂ. Continuing with the next excerpt, Adrian Moore appears in this clip. Let's go to that now. As we shall see, contemporary mathematicians do not think infinity is contradictory, although it's true that philosophers of the past were troubled by it. But even they did not banish the concept. For example, Aristotle distinguished between different types of infinity. The distinction that he was drawing was between an infinity that's present all at once, all at some particular point in time, which is what he meant by an actual infinity, contrasted with an infinity that is spread out over time, which is what he called a potential infinity. So, for example, if space were infinitely big, that would be an example of an actual infinity because the whole of space is there at any given point in time. On the other hand, if you imagine a clock endlessly ticking, the ticks might go on forever, but if they did, that would be an example of a potential infinity. Well, it's a privilege to be interacting with Professor Moore. I have learned a great deal from him. One of the books in my personal library is his book, The Infinite, which I... എടാ ഈ ബുക്ക് വായിച്ചു നോക്കണ, ഞാൻ ആദ്യമായിട്ട് ഈ ബുക്ക് കേൾക്കണ്. വായിച്ചോക്കാം. എന്നിട്ടിപ്പോ പ്ലേ ചെയ്തോ. പോട്ടെ റാസി, സമയമില്ല. ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടി സമ്മറൈസ് ചെയ്യാം. പോയിന്റ് ഓർത്താൽ അല്ലെ ഇടയ്ക്ക് പോസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാം, ആവശ്യം ഉണ്ടെങ്കിലേ. അല്ലെങ്കിൽ നീ അങ്ങ് പ്ലേ ചെയ്ത് പൊക്കോ, ഞാൻ പറയാം പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. To anyone who's interested in the fascinating history of this challenging concept. Unfortunately, here the narrator of the video begins to lead things off track. She says, contemporary mathematicians do not think infinity is contradictory. But neither do I. I'm not claiming the concept of the actual infinite is an inconsistent concept. Rather, I'm claiming that the instantiation of an actual infinite in reality is metaphysically impossible. So I follow Aristotle in thinking that only potential infinites can exist in reality, in contrast to actual infinites, which are merely conceptual. And let's go to the next excerpt. But in the 19th century, Georg Cantor revolutionized the mathematics of the infinite. What Cantor achieved was to treat infinity as a subject of mathematics itself. It was a whole new branch of mathematics, and it was of breathtaking ingenuity, showed incredible craftsmanship and creativity on Cantor's part. Right. Cantor founded infinite set theory. And it's important to understand that all of my arguments assume Cantorian set theory and ask that theory can be instantiated in reality. My claim is that would result in situations that are plausibly metaphysically impossible. Okay. Next clip. What Cantor showed was that an infinite set has a strange feature. We might call this the infinite property. That is, it can be put into a one-to-one correspondence with a subset of itself. Well, this is his definition of the actual infinite. This is not something that Cantor proved. He simply defined an actually infinite set to be a set which has a proper subset with the same number of members as the original set itself. Moreover, two sets are defined to have the same number of members if their members can be put into a one-to-one correspondence. This is all done by definition. Ironically, Cantorian set theory, which is called naive set theory, is in fact riddled with logical paradoxes. And the way in which the mathematicians solved this problem is by what's called axiomatization of set theory. That is to say, they simply adopt the axiom that there exists an infinite set. And
As an axiom, it cannot be proved, nor does it enjoy any intuitive support. It's just a postulate that the mathematician makes. And I don't challenge the internal consistency of Cantorian or infinite set theory, given its axioms and definitions. My question, rather, is whether these actually infinite sets really can be instantiated in reality. Let's go to the next clip then. It features Adrian Moore and Alex എടാ Malpass ഒന്ന് with നിർത്ത്. showing. We can. ഈ എന്താ ഇയാള് പറഞ്ഞ കാൻഡോർ പറഞ്ഞ പോസ്റ്റുലേറ്റ്സ് മാത്തമാറ്റിക്സിൽ വളരെ സക്സസ്ഫുൾ ആയി യൂസ് ചെയ്യുന്നുണ്ട്. തിയററ്റിക്കൽ ഫിസിക്സിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് വിഘ്നു വേർഡ് ശ്രദ്ധിക്കണം. നൈഫ് സെറ്റ് തിയറിയുടെ ഉള്ളിൽ കുറെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ നൈഫ് സെറ്റ് തിയറി അല്ലല്ലോ യൂസ് ചെയ്യണത്. സെർമലോ ഫ്രാങ്ക്ലോ സെറ്റ് തിയറിയും ആക്സിയം ഓഫ് ചോയ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് എന്താ വെൽ ഡിഫൈൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. വളരെ സ്ട്രോങ്. ഇത് വെറുതെ കയറ്റി വെച്ചിട്ടൊന്നല്ല. ഒരു ഇൻഫിനിറ്റ് അവിടെ കടക്കട്ടെ വെച്ചിട്ട് നമുക്ക് കാൻഡോറിനോട് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് അമ്മായിന്റെ കുട്ടിയായോണ്ട് കാൻഡോറിന്റെ തിയറി അവിടെ കൊടുന്ന് വെച്ചൊന്നല്ല. അത് നന്നായി യൂസ് ചെയ്യുന്നോണ്ട് അതെ നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്നോണ്ട് തന്നെയാണ് സെറ്റ് തിയറി നമ്മൾ ആക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ ചില ആളുകൾക്ക് അതിനോട് പ്രത്യേക ബുദ്ധിമുട്ടുണ്ട്. ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റി തെറ്റാന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് pair the even numbers up with all the numbers, all the counting numbers all together. So 2 gets matched with 1, 4 gets matched with 2, 6 gets matched with 3, 8 gets matched with 4. ഒന്ന് പോസ് ചെയ്യാവോ? ഒരു കാര്യം എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. എന്താ പെട്ടെന്ന് പറ. ഈ ഇപ്പൊ പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാന് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇങ്ങനെയാണെന്ന് കാൻഡർ പ്രൂവ് ചെയ്തില്ല, ഇങ്ങനെ ഡിഫൈൻ ചെയ്തതേ ഉള്ളെന്ന്. അല്ല, ഈ ഗോഡിന് ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തതാണോ ഡിഫൈൻ ചെയ്തതാണോ? ഒംനിപൊട്ടൻസ് ആണ്, ഒംനി ബെനവലന്റ് ആണ്, ഓംനിഷ്യന്റ് ആണ്. നമ്മൾ ഒംനിപൊട്ടൻസ് പാരഡോക്സ് കമ്പയർ ചെയ്യല്ലേ പ്രതീക്ഷ? ഇൻഫിനിറ്റിനെ കളിയാക്കരുത്. അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു പരിപാടി ഒംനിപൊട്ടൻറ്റ് പാരഡോക്സ് ഒക്കെ ഫിലോസഫേഴ്സ് കൊണ്ടുവരുമ്പോ ഒംനിപൊട്ടൻറ്റ് പാരഡോക്സ് കൊണ്ടുവരുമ്പോ ഇത് കേൾക്കോ? ഒംനിപൊട്ടൻറ്റ് പാരഡോക്സ് കൊണ്ടുവരുമ്പോ പറയുന്നത് ഇല്ലില്ല, ഈ ഒംനിപൊട്ടൻറ്റ് പാരഡോക്സ് അതല്ല എനിക്ക് ചിരിയെന്ന് വെച്ചാൽ ഒംനിപൊട്ടൻറ്റ് പാരഡോക്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇവര് പറയുന്നത് ഇല്ലില്ല, ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി പോസിബിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഡെഫിനിഷൻ ആണുള്ളത്. അപ്പൊ ഈ ഡെഫിനിഷൻ വെച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ കോൺട്രഡിക്ഷൻസ് ഒന്നും വർക്ക് ആവില്ല എന്ന് പറഞ്ഞാണ് ഇവര് എസ്കേപ്പ് ആവുന്നത്. അപ്പൊ ഇവര് എസ്കേപ്പ് ആവുന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചത്. പക്ഷെ മാത്തമാറ്റിക്സിൽ പ്രൂഫ് വേണം, ഇത് ഇങ്ങനെ ആയിരിക്കണം, ഡെഫിനിഷൻസ് എടുക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ റിലീജിയസ് അതൊക്കെ വരുമ്പോൾ എന്ത് വേണമെങ്കിലും നടക്കും. അല്ല, എനിക്ക് തോന്നുന്നു പുള്ളി കുറച്ചുകൂടെ ഫെയർ ആയിരുന്നു. പുള്ളി പറഞ്ഞ ഓക്കെ ആക്സിയമറ്റൈസേഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദി ആക്സിയംസ് ആർ പ്രോബ്ലമാറ്റിക് എന്നാണ് പുള്ളി പറഞ്ഞത്. നദീം ഒരു കാര്യം ചെയ്യും, എന്താ ഇതൊന്ന് ഡിബേറ്റ് സെറ്റ് ആയിട്ട് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിന്റെ എവിടെയെങ്കിലും കമന്റ് ഇടുക, ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കി എങ്ങനെയെങ്കിലും. അതെ, എവിടെ വെന്യൂ എന്നാണ് ഡേറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഡേറ്റും വെന്യൂ സെറ്റ് ആയി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ടോപ്പിക്കും പറഞ്ഞാൽ മതി. അവര് കുറെ പേര് നമ്മളോട് പോയി സംസാരിക്കണം എന്നതാണെങ്കിൽ അത് ഡിബേറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് സംസാരിക്കാം. അവർക്ക് എപ്പോഴാണ് വരാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ച് ലൈവ് ഷെഡ്യൂൾ ചെയ്തോളാം. കാരണം ഞങ്ങൾ അവിടെ കേറിയിട്ടുണ്ട്. നമ്മള് ലൈവാണ്. നമ്മുടെ ലൈവ് ഉണ്ടല്ലോ. പുള്ളിക്ക് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മള് പരിപാടി മാറ്റി അവരായിട്ട് ഡിബേറ്റ് ചെയ്യാൻ ലൈവായ സ്ഥിതിക്ക് നദീംഖാൻ അവിടുത്തെ ലൈവില് പോയിട്ട് ചോദിക്കി ഞങ്ങളായിട്ട് ഡിബേറ്റ് ചെയ്യണില്ലേ, ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചോ. അതായത് ഓഡിയൻസിന് കാണാൻ താല്പര്യമുണ്ട്, എന്താ ഞാൻ UAയുടെ സ്ഥിരം ഓഡിയൻസ് ആണ്, എനിക്ക് നിങ്ങളുടെ ഈ ഡിബേറ്റ് കാണണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയി പറഞ്ഞു. അവര് പറഞ്ഞു ഓഡിയൻസിന് താല്പര്യമില്ലെന്നാണ്. ഇത് അടുത്ത പ്രാവശ്യം ഡൗൺലോഡ് ചെയ്യാല്ലേ വീഡിയോ? നീ ഈ പ്രാവശ്യം ഡൗൺലോഡ് ചെയ്തില്ല? ഈ പ്രാവശ്യം ഡൗൺലോഡ് ചെയ്തിട്ടൊന്നുമില്ല. യൂട്യൂബിൽ നിന്ന് നേരെ വ്യൂ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്യും. For instance, you can show that there are just as many even numbers
as there are counting numbers, when intuition should tell you that there are half as many? Well, okay, so this just is counterintuitive, and it's counterintuitive because പക്ഷെ we're നീ used to സബ് ഓൺ dealing ആയിക്കോ with finite sets. ഇതിന്റെ വീഡിയോന്റെ. And what we have to say in the case of finite sets just doesn't carry over to the case of infinite sets. But it doesn't follow that there's anything incoherent about what in the infinite case. It just follows that we have to start saying different things in the infinite case. Well, again, Kevin, I'm not challenging the internal consistency of infinite set theory, given its definitions and axioms. The question rather is whether an actually infinite set of things can be instantiated in reality. Could there be, for example, an actually infinite number of baseballs? What you get from most mathematicians, I would say almost all mathematicians, is an uncritical acceptance of infinity in the sense of actual infinity. That's what they need for doing the kind of mathematics that they do. Sure, there are a small number of intuitionist mathematicians who deny the mathematical legitimacy of the actual infinite, but that's not the issue before us. I assume Cantorian infinite set theory in my arguments. Let's take a look at this next clip from Adrian Moore. So one of the first things that mathematicians come to appreciate is that infinite collections do have different properties from finite collections. Things that we absolutely take for granted in the finite case simply don't go over to the infinite case. And if it's the finite case that is providing us with our basic intuitions, then that means that some of the results about infinite sets are going to be counterintuitive. But that's just what you would expect. Why should the finite and the infinite be the same? As long as we're prepared for these differences, again, the very worst that it will be is counterintuitive. It won't be contradictory. It won't be inconsistent. Well, again, at the risk of repeating myself, the claim is not infinite set theory is self-contradictory or ഓക്കെ പോസ് ചെയ്ത റാസി. inconsistent. ഇപ്പൊ പുള്ളി പറഞ്ഞു കേട്ടോ, ദ ക്ലെയിം ഇസ് നോട്ട് ദാറ്റ് ഈ ഒരു സാധനം സെൽഫ് കോൺട്രഡിക്ടറി ആണ്. എന്നിട്ട് എത്ര വട്ടം സെൽഫ് കോൺട്രഡിക്ടറി എന്ന് പുള്ളി പറഞ്ഞിട്ട് 3 ഇൻഡിപെൻഡന്റ് ഡിബേറ്റ്സിലാണ് ഞാൻ കാണിച്ചത്. അതല്ലാതെ തന്നെ ഒരു ഡിബേറ്റ് ഇവർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇൻകൺസിസ്റ്റന്റാന്നും പറയുന്നുണ്ട്. പ്ലേ ചെയ്തോ. Rather is whether the counterintuitive consequences of the real existence of an actually infinite number of things. അല്ല ഇപ്പൊ കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആയ മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ. പുള്ളി പറയുന്ന കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആണെങ്കിലും മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആണെന്നാണ്. ഫുള്ള് കേക്കട്ടെ. Just skepticism about the metaphysical possibility of real actual infinites. And up next, justify skepticism. നോക്ക് എന്താണ് ഇദ്ദേഹം വളഞ്ഞു ശ്രമിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് ഇത് ഭയങ്കര കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആണ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇൻഫിനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ നമ്മൾ കുറച്ച് സ്കെപ്റ്റിക് ആവണത് ജസ്റ്റിഫൈഡ് ആണിത്. അങ്ങനെയാണ് പുള്ളി പറയുന്നത്. ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത്. കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആണോ? എനിക്കറിയില്ല. എന്റെ തിയറി അങ്ങനെയല്ല. പുള്ളി മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആണെന്നല്ല ഇപ്പൊ പറഞ്ഞത്. ആണെന്ന് വിശ്വസിക്കുന്നതിൽ അല്ലെങ്കിൽ പോസിബിൾ ആണെന്നുള്ളതിൽ സ്കെപ്റ്റിക്കൽ ആവണേന് ജസ്റ്റിഫൈ ചെയ്യും കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ്. എനിക്ക് ഈ ഒരു ഇമ്മെറ്റീരിയൽ മൈൻഡ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ഒന്നും പറയില്ല. പിന്നെ എന്താ ഇത് ഒരു കാര്യം കൂടി ക്രൈഗ് പറയുന്നുണ്ട്, ഞാൻ ലോജിക്കൽ ഇമ്പോസിബിലിറ്റി അല്ല അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി അല്ല ഞാൻ പറയണത്. അത് ആക്ച്വൽ വേൾഡിൽ ഇൻഫിനിറ്റി ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്താ സം കൈൻഡ് ഓഫ് കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് അബ്സേർഡിറ്റി റൈസ് ചെയ്യുമെന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സെക്ഷനിൽ അതായത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു സെനാരിയോ, ഇപ്പൊ ഹിൽബർട്ട്സ് ഹോട്ടൽ പോലത്തെ ഒരു സെനാരിയോയില് ഒരു ആക്ച്വൽ ഇൻഫിനിറ്റി പോസിബിൾ അല്ല എന്നുള്ളതുകൊണ്ട് യൂണിവേഴ്സ് ആക്ച്വലി ഇൻഫിനിറ്റ് പാസ്റ്റ് ഇല്ല എന്ന് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. അതായത് ഒപ്പിനെ കോട്ട് ചെയ്യുകയാണെങ്കിൽ സം ലാർജ് ആൻഡ് സ്മോൾ ഡിന്യൂമറബിൾ ഇൻഫിനിറ്റി ഇമ്പോസിബിൾ ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ പോലും എവ്രി സ്മോൾ ആൻഡ് ലാർജ് ഡിന്യൂമറബിൾ ഇൻഫിനിറ്റീസ് ഇമ്പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് സ്ഥാപിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ സെർട്ടൻ സെനാരിയോ മാത്രം ഇമ്പോസിബിൾ ആണെന്ന് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ യൂണിവേഴ്സിന് പാസ്റ്റ് ഇമ്പോസിബിൾ ആണ്, ഐ മീൻ പാസ്റ്റ് ഇൻഫിനിറ്റി ഇമ്പോസിബിൾ ആണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് പാസ്റ്റിൽ വരുന്ന കോൺട്രഡിക്ഷൻ തന്നെ കാണിക്കണം, അല്ലാണ്ട് വേറെ ആക്ച്വൽ ഇൻഫിനിറ്റീവ്സിന്റെ കോൺട്രഡിക്ഷൻ കാണിച്ചിട്ട് കാര്യമില്ല.
അതെ അതെ. Alex Malpass. So one way to bring out the difference between the finite and the infinite is to think about somebody counting. So imagine George is counting to 10 and he's got as far as 5. How many numbers has he got left to count? Oh, he's got 5 numbers left to count, 6, 7, 8, 9, 10. But now imagine George is going to count numbers. Every single ഒരു പാട്ട് empty വരുന്നുണ്ട്. number he's got സോറി ഇത് ഇവിടുന്നാ. അവിടുന്നാ up as far as 5. How many numbers has he got left to count? He's got infinitely many numbers still left to count. What about when he gets to 10? How many numbers has he got left to count? He's still got infinitely many numbers left to count. So his task isn't going down over time, but when he's counting any finite set, his task is going down over time. Okay, turn the example around. Suppose George has been counting from eternity past. Is it really possible for someone to count down all the negative numbers one at a time, ending at 0? That seems to be metaphysically impossible. And if you do think that that's possible, argument റാസി, ഇത് സീരീസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താ മറ്റേ പള്ളി പെരുന്ന ഡു യു റിയലി തിങ്ക് അതായത് ഒരു നെഗറ്റീവ് നമ്പേഴ്സ് മൊത്തം എണ്ണി തീർക്കാണ് ആള്. ഐ മീൻ പുള്ളി എണ്ണി തുടങ്ങിയിട്ടില്ല. ഹി ഹാസ് ഓൾവേസ് ബീൻ കൗണ്ടിങ്. നെഗറ്റീവ് നമ്പേഴ്സ് എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും അവസാനം കുറച്ച് കഴിയുമ്പോൾ പുള്ളി 0യിലേക്ക് എത്തുന്നു. ഡു യു റിയലി തിങ്ക് ഇറ്റ് ഇസ് പോസിബിൾ? യെസ്, ഇറ്റ് ഇസ് പോസിബിൾ. എന്തിനാണ് നമ്മളത് ഇമ്പോസിബിൾ ആണെന്ന് പറയേണ്ടത്? റൈറ്റ്. അതായത് ഒരു ബിഗിനിങ്ലെസ് ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ, റൈറ്റ്, ഒരു ബിഗിനിങ്ലെസ് ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ അതിനൊരു എൻഡ് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമല്ല. ബിഗിനിങ്ലെസ് ആണെന്ന് പറഞ്ഞാൽ തുടക്കമില്ലെന്നേ ഉള്ളൂ. അപ്പൊ അതിങ്ങനെ പുള്ളി എണ്ണിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നുള്ളത് അവിടെ ഫോളോ ചെയ്യുന്നുള്ളൂ. പിന്നെ പുള്ളി എണ്ണി വരുമ്പോൾ ഏറ്റവും അവസാനം എവിടെയും നിൽക്കും. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. പിന്നെ പുള്ളി അടുത്ത സിനാരി പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ റെസ്പോൺസ് നമ്മൾ പറയാം. അടാ നമുക്ക് മറ്റേ ക്യാമറോന്റെ വീഡിയോ വേണമെങ്കിൽ WHCക്ക് ഒന്ന് കാണിച്ചു കൊടുത്താലാ, ക്രെയിഗിന് കാണിച്ചു കൊടുത്താലാ. ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ആർഗ്യുമെന്റ്സ്. Questions are not arguments. Yes. നദീം കമന്റില് പിന്നെ വന്ന് പറയുന്നുണ്ട്. നദീമെ ഞാൻ മാത്രം വിചാരിച്ചു ഞങ്ങള് റെഡിയാണ്. ഇനി അവര് ചാനലിൽ ചെല്ല, പക്ഷെ അവര് ഒരു ഡേ അവരോട് നടത്താൻ പറ, ഇങ്ങനെ ലൈവ് സ്ട്രീം ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, എന്താ ടോപ്പിക് എന്ന് പറ, നമുക്ക് കണ്ടൻഷൻ ഉള്ള ടോപ്പിക് വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്നായിട്ട് ഒരു പരിപാടി നടത്താൻ താല്പര്യം അവര് ചാനലിൽ ഞങ്ങൾ കയറാം, ഒരു കുഴപ്പമില്ല. മാത്രല്ല നദീമിന്റെ അറ്റംപ്റ്റിനെ ഞങ്ങൾ നദീം ഹാഫ് സക്സസ് ആണ്. ഞങ്ങളെ ഭാഗത്തുനിന്ന് എഗ്രിമെന്റ് കിട്ടിയിട്ട് ഇനി അവരുടെ ഭാഗത്ത് അവർ ലൈവ് ചാറ്റിൽ ഇങ്ങനെ ചോദിക്കുക, എഗ്രിമെന്റ് വാങ്ങുക, എന്നിട്ട് എന്താ ഡിബേറ്റ് പോസിബിൾ ആക്കുക. അപ്പൊ നദീം ഫുൾ സക്സസ് ആയി. അതെ, ബാസിലിന് എന്റെ കോൺടാക്ട് ഉണ്ട്. അപ്പം പുള്ളിക്ക് ഡിബേറ്റ് ചെയ്യാനായിട്ട് പുള്ളി അക്സെപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. റൈറ്റ്. അപ്പം ജസ്റ്റ് അൽ മാനിയെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി, കോൺടാക്ട് ചെയ്യാം. പറയുന്നുണ്ട് ലാസ്റ്റത്തെ കമന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യോ? അവർ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എനിക്ക് അറിയില്ല. അതാ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കിടന്ന് പറയുന്നത്. നമ്മൾ അവിടെ റീച്ച് ചെയ്താണ്. നമ്മളും അബ്ദുള്ള ബാസിലുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഓഡിയോസും ചാറ്റ്സും ഒക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞ താല്പര്യമില്ലെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന്, ഇനി നിങ്ങൾ ഇവിടെ വന്നിട്ട് അവരുടെ ലൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ലൈവ് പോയി കയറി പറ. ഇത് കഷ്ടമെന്നാണ്. ഇതൊരു 1v8 ഡിബേറ്റ് ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. 8 പേര് കിടന്ന് 8 കാര്യങ്ങൾ പറയും, അതിനെല്ലാത്തിനും തേടി പിടിച്ച റെസ്പോൺസ് പറയും, അതൊന്നും നമുക്ക് പറ്റില്ല. റൈറ്റ്. സോ അവരുടെ രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ആൾക്കാർ പോകുന്ന ഈക്വൽ സമയം കിട്ടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിബേറ്റ് ആണ് നമുക്ക് പറ്റും. മനസ്സിലായോ? എല്ലാവർക്കും നല്ല കൗതുകമുണ്ട്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങളെ ഭാഗത്തുനിന്ന് എഗ്രി ചെയ്തു. ഈ നദീം ചെയ്യേണ്ടത് അവരെ പാർട്ടിന്ന് എഗ്രിമെന്റ് വാങ്ങിക്കലാണ്. ഞങ്ങൾ അവിടെ പോയി ഡിബേറ്റ് ചെയ്തതാണ്, ഒരു ഡിസ്കഷൻ നടത്തുകയാണ്. ഇവിടെ പറയണ പോലെ ജസ്റ്റ് അവിടെ പോയിട്ട് പറയുക. അപ്പൊ അവരത് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നെങ്കിൽ നമ്മൾ റെഡിയാണ്, നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഡിബേറ്റ് ചെയ്യുന്നതിന്. പിന്നെ ഇത് വിഷയത്തിൽ നദീമിന്റെ റിക്വസ്റ്റ് ആണ്, നമ്മളോട് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു സംഭവം തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാം. ഇതുവരെ ഒന്ന് കമന്റ് ചെയ്യാതിരിക്കും. Why didn't George finish the day before that or the day before that? At any in the past, he would already have had infinite time to finish his countdown. And therefore, at any point in the past, he should already be done. We should never find him counting. But that contradicts the assumption that he has been counting down from eternity.
So I think this simply illustrates once more the metaphysical impossibility of the existence of an actually infinite past. Bill, this Was- next clip includes an excerpt from our Zen. പേടിച്ച് Yeah. വിറയ്ക്കുന്നു. അല്ല എടാ, അത് നമുക്ക് പിന്നെ അഡ്രസ് ചെയ്യാം. സി ഇതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് പോസിബിൾ ആണെങ്കിൽ തന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പം എന്തുകൊണ്ട് ഇപ്പൊ ആക്ച്വൽ ഇൻഫൈനൈറ്റ് ആയിട്ട് പുള്ളി എണ്ണിക്കൊണ്ടിരിക്കും, ഓരോ ദിവസം ഒരു നമ്പർ വെച്ച് എണ്ണുന്ന ഒരു ഇൻഫൈനൈറ്റ് പാസ്റ്റ് ആണ്, തുറക്കമില്ല, റൈറ്റ്. ഇങ്ങനെ എണ്ണിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഓരോ ദിവസം ഓരോ നമ്പർ വെച്ച് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, റൈറ്റ്. അപ്പൊ ഇന്ന് ഒരു ദിവസം 0 എന്ന് പറഞ്ഞ് കൗണ്ട് ഫിനിഷ് ചെയ്യാണ്, റൈറ്റ്. അപ്പൊ എന്തുകൊണ്ട് ഇന്ന് തന്നെ 0 എന്ന് പറഞ്ഞു? ഇന്നലെ എന്തുകൊണ്ട് 0 എന്ന് പറഞ്ഞില്ല? അതിന്റെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഇന്നലെ 1 എന്നാണ് പറഞ്ഞത്. 1 കഴിഞ്ഞിട്ടാണ് 0 വരുന്നത്. അതുകൊണ്ട് 1 പറഞ്ഞതിന് ശേഷമേ 0 എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ മറ്റന്നാൾ 1 എന്ന് പറഞ്ഞൂടെ? അതിന് എന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന് മുന്നേയുള്ള ദിവസം 2 എന്നാണ് പറഞ്ഞത്. 2 കഴിഞ്ഞിട്ടേ 1 വരാൻ പറ്റുള്ളൂ, റൈറ്റ്. അപ്പൊ അത് ഒരു കംപ്ലീറ്റ് സാധനം ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ടൈം ലൈൻ ഫുൾ എടുത്ത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ചോദിക്കണം, ഡേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ എന്ന് ചോദിക്കണം. അതിനകത്തൊരു മീനിങ് ഇല്ലാത്ത ഇതാണ്, അല്ല, മനസ്സിലായില്ലേ? how is this ഈ ഒരു chain of question explanation. പറഞ്ഞു പറഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് എങ്ങനെയാണ് ഇൻഫിനിറ്റി ഇമ്പോസിബിൾ ആവുന്നതെന്നും കൂടി പുള്ളി പറയുന്നില്ല. അതെ ഈ ചെയിൻ ഓഫ് എക്സ്പ്ലനേഷൻ ഇങ്ങനെ പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ഇൻഫിനിറ്റിസം പോലെ. അതായത് ഇന്ന് എന്തുകൊണ്ട് 1 എണ്ണി, ഇന്നലെ 2 എണ്ണി ഉണ്ട്, ഇന്നലെ എന്തുകൊണ്ട് 2 എണ്ണി, മിഞ്ഞാന്ന് 3 എണ്ണി ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവില്ല ഇൻഫിനിറ്റി ആണെങ്കിൽ, അത് ഓക്കെ. പക്ഷെ ഇങ്ങനത്തെ വ്യൂ ഫിലോസഫിയിലുണ്ട്. റാസി നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻഫിനിറ്റിസം, കറക്റ്റ് ടേം എനിക്ക് അറിയില്ല. അല്ല, അത് ഇൻഫിനിറ്റിസം എന്ന് പറയുന്നത് റീസൺസിന്റെ പുറകോട്ട് ഇങ്ങനെ എന്താ ഇൻഫിനിറ്റ് ആയി പോയോണ്ടിരുന്ന. അതെ, ഇവിടെ റീസൺ തന്നെയാണ്. ഇവിടെ എന്തുകൊണ്ട് ഇതെത്തി എന്നുള്ളതിന്റെ റീസൺ ആണ് ചോദിക്കുന്നത്. ഓക്കെ. അത് പണ്ടത്ര പോപ്പുലർ വ്യൂ ആയിരുന്നില്ല. കാരണം പണ്ടത്തെ ആൾക്കാർ ഇൻഫിനിറ്റിനെ പറ്റിയിട്ട് വിചാരിച്ചിരുന്നതും പിന്നെ ഇപ്പൊ കാൻഡോർ വന്നപ്പോ എവറിത്തിങ് ചേഞ്ചസ് എന്നുള്ള രീതിയിലായി. അപ്പൊ ഇപ്പോ ഇൻഫിനിറ്റിസം എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ്. എപ്പിസ്റ്റമോളജിയിൽ കുറെ പേര് നോളേജിന്റെ സ്ട്രക്ചർ ഇൻഫിനിറ്റിസം ആവാം എന്ന് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോജിക്കൽ കോൺട്രഡിക്ഷനോ ഇൻകൺസിസ്റ്റൻസിയോ മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആയ പൊസിഷൻസിന് വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ ആർഗ്യൂ ചെയ്യും ആൾക്കാർ. ബിൽറ്റ് അതോറിറ്റി ചെയ്യുന്നതല്ല, എന്നാലും Dangmeister video on Hilbert's Hotel. They include that. Let's go to that now. One classic example that Craig has given to show infinity cannot exist is that of Hilbert's The mathematician David Hilbert illustrates the problem by imagining a hotel with a number of rooms, all of which are occupied. There's not a single vacancy. Every room in the infinite hotel is full. Now suppose a new guest shows up and asks for a room. The manager says, sure, no problem. Then moves the guest who was in room number 1 to room number 2, and the guest who was in room number 2 to room, and so on to infinity. As a result of this shuffling, room number 1 becomes vacant, and the new guest happily checks in, even though all the rooms were already full, and nobody has checked out. It seems Craig is claiming infinity is problematic because the Hilbert Hotel is both full and able to admit new guests. But the problem may simply be the way it is being defined. If what we mean by full is every room is occupied, then that's true, but it doesn't prohibit us being able to accommodate new guests because we can shuffle them all up, right, in an infinite hotel. If what we mean by full is can't accommodate new guests, then it's just false that it's full. So, do you think that it's really possible that an actual hotel could be full in the first sense? That is, every room is occupied by a flesh and blood person. And yet, വീണ്ടും questions are not arguments. അതെ, അല്ലല്ല, ഞാൻ പറയാം, പോസ് ചെയ്യാൻ പറയാം, ഒരു മിനിറ്റ് പ്ലേ ചെയ്തു. it could accommodate infinitely more guests just putting people around. There's no logical contradiction involved in such a scenario. അത് ഇടക്കിടക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാട്ടോ, നമുക്ക് ലോജിക്കൽ കോൺട്രഡിക്ഷൻ ഇൻവോൾവ് അല്ല എന്നുള്ളത്. But is it really possible metaphysically? And here's our next excerpt. In Craig's video, contradiction is ഇവിടെ മാൽപാസ് പറഞ്ഞ ഒബ്ജക്ഷൻ ക്രെയ്ഗ് അഡ്രസ് ചെയ്തിട്ടില്ല, റൈറ്റ്. മാൽപാസ് പറഞ്ഞത് ഫുള്ളിന് നമുക്ക് 2 തരത്തിലുള്ള ഡെഫിനേഷൻ കൊടുക്കാം. ഈ ഹിൽബർട്ട് ഹോട്ടലിന്റെ കേസിൽ പുള്ളി ഇറ്റ് ഇസ് വേക്കന്റ് ബട്ട് ഇറ്റ് ഇസ് ഫുൾ. നമ്മൾ പുറത്തൊരു ബോർഡ് വെക്കും, ദിസ് ഹോട്ടൽ ഇസ് ഫുൾ ബട്ട് ഗെസ്റ്റ്സ് ആർ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെക്കും.
ലുക്ക് ഹൗ അബ്സേർഡ് ഇറ്റ് ഇസ്, ഈ അബ്സേർഡിറ്റി കാരണം ഞാൻ ഇന്ന് മരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. ഇത് കോൺട്രഡിക്ഷൻ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഫുൾ ആൻഡ് വേക്കന്റ് കോൺട്രഡിക്ഷൻ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഏതാ എനിക്ക് കറക്റ്റ് ഓർമ്മല്ല. പോട്ടെ. അപ്പം മാൽപാസ് പറഞ്ഞ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളിന് നമുക്ക് രണ്ട് രീതിയിൽ മീൻ ചെയ്യാം, റൈറ്റ്? അതായത് അഡീഷണൽ ആയിട്ടുള്ള മെമ്പേഴ്സിനെ ഇതിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? അതാണ് ഫുൾ എന്ന് പറഞ്ഞത്. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, അതിനകത്ത് ഇനി അഡീഷണൽ ആയിട്ട് ആരെയും ആഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സെൻസിലാണ് ഫുൾ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ഹോട്ടൽ ഇസ് ഫുൾ എന്ന് നമ്മൾ പറയുന്നത്. ഹോട്ടൽ ഇസ് നോട്ട് ഫുൾ ആൻഡ് ഗെറ്റ്സ് ആർ വെൽക്കം എന്ന് പറയത്തുള്ളൂ, മനസ്സിലായോ? അത് ഓൾ റൂംസ് ആർ ഒക്യുപ്പൈഡ് എന്നുള്ള സെൻസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫൈനൈറ്റ് ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ എല്ലാ റൂംസിലും ആൾക്കാരുണ്ട്, റൈറ്റ്? പക്ഷെ ആൾക്കാരെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അഡീഷണൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡയറക്റ്റ് പ്രശ്നം വരുന്നില്ല, മനസ്സിലായോ? പിന്നെ പുള്ളി പറയുന്നത് അബ്സേർഡ് ആണ്, അതുകൊണ്ട് ഇതാണെന്നുള്ള രീതിയിലാണ്, മനസ്സിലായോ? അപ്പൊ ഈ ഫുള്ള് ഉപയോഗിക്കുന്ന മീനിങ്ങിനാണ് കാര്യം ഇരിക്കുന്നത്. ഫുള്ളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ സെൻസിൽ ഇനിയും അഡീഷണൽ ആയിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ബോട്ടിൽ ഫുള്ളാന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം ഫുള്ളായി, മനസ്സിലായോ? ഇനി അതിനകത്തോട്ട് ഇനി അഡീഷണൽ വെള്ളം ഒഴിക്കാൻ പറ്റുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സെൻസിലുള്ള മീനിങ് എടുത്തിട്ടാണ് പുള്ളി ഇവിടെ ഇത് പറയുന്നതെന്നാണ്. ആ ഒരു സെൻസിലുള്ള മീനിങ് എടുത്തിട്ടാണ് ഈ ഒരു സാധനം കാണിക്കുന്നത്. പക്ഷെ ഫുള്ളിന്റെ മീനിങ് നമ്മൾ മാറ്റുകയാണ്. അതായത് ജസ്റ്റ് എല്ലാ റൂംസും ഒക്യുപ്പൈഡ് ആണെന്ന് പറഞ്ഞ് മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ ഇനി അഡീഷണൽ ആയിട്ട് ആൾക്കാരെ കയറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു മീനിങ് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അബ്സേർഡിറ്റിയും വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്, എല്ലാ റൂംസും ഒക്യുപ്പൈഡ് ആണ്, ഇനിയും ആൾക്കാർ ഇതിനകത്ത് കയറ്റാൻ പറ്റും കാരണം അതൊരു ഇൻഫിനിറ്റ് ഹോട്ടലാണ് ആൻഡ് ഗെസ്റ്റ്സ് ആർ വെൽക്കം. അവിടെ ഒരു അബ്സർഡിറ്റി നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊരു വേർഡ് ജാഗനായിട്ടാണ് ഇതേ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് ചിലപ്പോ മറ്റേ തീരാത്തൊരു സാധനം തീർന്നു എന്ന് പറയുമ്പോഴും കമ്മിറ്റ് ചെയ്യണില്ലേ? ഇൻഫിനിറ്റി നെവർ എൻഡ്സ് എന്നുള്ളത് കൊണ്ട് ചില ഇൻഫിനിറ്റികളിൽ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് മെമ്പർ ഇല്ല എന്നുള്ളതാണ്, അല്ലാതെ കംപ്ലീറ്റ് ആവില്ല എന്നുള്ള സെൻസിലല്ല. അപ്പോൾ സംതിങ് ദാറ്റ് നെവർ എൻഡ്സ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഫാലസിയാണ്. ഇപ്പൊ ചെയ്ത പോലെ സിമിലർലി. Supposedly found by considering what happens when the guests leave the Infinite Hotel. Suppose all the guests in the odd-numbered rooms check out. In that case, an infinite number of people have left the hotel. And yet, there are no fewer people in the hotel. But suppose instead, all the guests in but 4 and above check out. In that case, only 3 people are left. And yet exactly the same number of people left the hotel as when all the odd-numbered guests checked out. Thus, we have a contradiction. We subtract identical quantities from identical below threshold. In particular, below threshold if there are only 3 people, philosopher cringe face. they're still the same number. ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. That is a feature of infinity that has to be taken on board very importantly, which is that any finite initial segment of an infinite set, if it's linearly ordered, is such that what is infinite. So no matter how far you go, in fact, you're still leaving infinitely many elements ahead of you. This is a solution? It simply restates in a confused way the counterintuitive consequences of the real existence of an actual thing. You can take away infinity from infinity and get any result from 0 to infinity. വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ നേരത്തെ പറഞ്ഞത്? അതെ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു വെച്ചിട്ട് എന്നാ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യണം. ഞാൻ വിചാരിച്ചെങ്കിലും ഒന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നു ഇപ്രാവശ്യം. അതെ പറ്റിച്ച അതാണ് നമ്മൾ ഞെട്ടിച്ചു കളയും. ക്രേഗ് ചിന്തിക്കുന്ന തലങ്ങളിൽ നമ്മൾ എത്താൻ പറ്റും. അതുകൊണ്ടല്ലേ പുള്ളി 6th ഫേമസ് ഫിലോസഫർ ആയിരിക്കും. നീ എന്ത് വിചാരിച്ചേ? ഇത് ഞാൻ പറയാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വിചാരിക്കുന്നത്
പുള്ളി വിചാരിക്കുന്നത് പുള്ളി പിയാനോ അരിത്മെറ്റിക്കിലാണ് ചിന്തിക്കുന്നത്. അതായത് 1 - 2 -1 ആണ്, 2 - 1 1 ആണ്. പക്ഷെ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഡിഫറൻസ് ആണ്. ഒരു സെറ്റിൽ നിന്നും ഇൻഫിനിറ്റ് സെറ്റിൽ നിന്നും വേറൊരു ഇൻഫിനിറ്റ് സെറ്റ് മൈനസ് ചെയ്യുമ്പോൾ പുതിയൊരു ഇൻഫിനിറ്റ് സെറ്റ് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഒരു സെയിം ക്വാണ്ടിറ്റിയിൽ നിന്ന് സെയിം ക്വാണ്ടിറ്റി മാത്രം മൈനസ് ചെയ്താൽ സെയിം രീതിയിൽ തന്നെ മൈനസ് ആക്കണം. സോ ഒരു സെറ്റിൽ നിന്ന് ഒരു രീതിയിൽ അതേ രീതിയിൽ മൈനസ് ആകുമ്പോഴാണ് സെയിം റിസൾട്ട് കിട്ടുന്നത്. ഇത് ഞാനൊന്ന് അഡ്രസ് ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് ഇതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. റൈറ്റ്, ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇതിനകത്ത് ഈ വീഡിയോയിൽ കൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇതിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനെ പറ്റിയുള്ള കാര്യമൊന്നുമല്ല. അതായത് മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇതിനെ റിയാലിറ്റിയിൽ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ്. റിയാലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആണ്. മാത്തമാറ്റിക്കലി ചെയ്താൽ കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അങ്ങനല്ല, മാത്തമാറ്റിക്കലി ചെയ്താലും കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ ആലഫ് നള്ളെന്ന് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് അണ്ണൻ ആ കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചു കൊടുത്തത്. മനസ്സിലായോ? അപ്പൊ ആക്ച്വൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് തന്നെ ആ കാൽക്കുലേഷൻ ചെയ്ത് കൊടുത്തത്, അത് ആ മാത്തമാറ്റിക്കൽ ആ ഒരു സാധനം കാണുമ്പോൾ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ തന്നെ കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആണ്. മനസ്സിലായോ? അവിടെ മൈനസ് കാണുമ്പോൾ നമ്മൾ ഉടനെ 2 - 3 അല്ലെങ്കിൽ 3 - 2 അത് ഓർക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഒന്നും ഇല്ല. മനസ്സിലായല്ലേ? സോ ഇതിവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് തിയറിയിൽ വരുന്ന ഓപ്പറേഷൻസ് ഡിഫറെന്റ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന അഡീഷൻ സബ്ട്രാക്ഷൻ ഒന്നും അല്ല, വേറെ രീതിയിലാണോ ഈ ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ട് ഇത് കാണുന്നത്. റൈറ്റ്, അതിപ്പം ഈ റിയാലിറ്റിയിൽ ഒരു ആക്ച്വൽ ഇൻഫ്ലുവൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിലും അതേ സെയിം രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. ഈ ഓപ്പറേഷൻസിൽ മാറ്റമൊന്നും വരുന്നില്ല. മനസ്സിലായല്ലേ? മൈനസ് ചെയ്യണതിന് പകരം നമ്മൾ അവിടെ സെറ്റ് ഡിഫറൻസ് നോക്കുക. അതായത് നമുക്ക് അപ്പോഴും മെമ്പേഴ്സിന് എടുത്ത് റിമൂവ് ചെയ്യുക. ആൻഡ് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ അതിന്റെ കാർഡിനാലിറ്റി ഇൻഫിനിറ്റി ആവും. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ സൈസ്. പക്ഷെ ആ സെറ്റ് എന്തായാലും ഡിഫറെന്റ് ആവും. അതായത് ഒരു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒരു സെറ്റ്, ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു ആക്ച്വൽ ഇൻഫിനിറ്റ് മെമ്പേഴ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്ന് വൈ എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ഫൈനൈറ്റ് സെറ്റ് ആയിക്കോട്ടെ, വൈ എന്ന് പറയുന്ന ഒരു 3 മെമ്പേഴ്സ് ഉള്ള സാധനം എടുത്ത് ഇതിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈനസ് എന്നല്ല പറയാം, നമ്മൾ അതിന് അതിന്റെ സെറ്റ് ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെറ്റ് റിമൂവൽ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വേറൊരു ഡിഫറെന്റ് കാർഡിനാലിറ്റി ഉള്ള സംഭവമായിട്ട് അത് ഡിഫറെന്റ് സെറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിന്ന് റിമൂവ് ചെയ്താലും കിട്ടുന്ന ആൻസേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. രണ്ടും ഡിഫറെന്റ് സെറ്റ് ആണ് കിട്ടുക. ഈവൻ ദോ അതിന്റെ കാർഡിനാലിറ്റി സെയിം ആണെങ്കിൽ പോലും സെറ്റ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇൻഫിനിറ്റിയുടെ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ ക്രേഗ് പറയണ പോലെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഈ ആക്ച്വൽ ഇൻഫിനിറ്റി തൽക്കാലം നമ്മൾ ദൈവത്തിന് അറിയുന്ന എല്ലാ പ്രൊപ്പോസിഷനായിട്ട് കൺസിഡർ ചെയ്യുക. താഴെ സാധനം എനിക്കറിയുന്ന എല്ലാ പ്രൊപ്പോസിഷനായിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് മൈനസ് ചെയ്താൽ എന്താ കിട്ടുക ക്രേഗ് പറയട്ടെ. അതെ, അപ്പൊ നമുക്ക് ഈ കണക്കിലൊരു തീരുമാനം ഉണ്ടാക്കാം. അതെ, അവിടെ പ്രശ്നം എന്താ വെച്ചാൽ ദൈവത്തിന് ഇൻഫിനിറ്റ് പ്രൊപ്പോർഷൻ അറിയാം, പക്ഷെ റാസിക്ക് അറിയുന്നത് ഫൈനൈറ്റ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോ ഇൻഫിനിറ്റ് പ്രൊപ്പോർഷനിൽ നിന്ന് റാസിക്ക് അറിയണ ഫൈനൈറ്റ് പ്രൊപ്പോർഷൻ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? അപ്പൊ ക്രേഗിന് ഇങ്ങനെയാണ് കണക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ആ പ്രകാരം ദൈവത്തിന് ഇൻഫിനിറ്റ് പ്രൊപ്പോസിഷൻസ് അറിയല് മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആണെന്ന് വേണമെങ്കിൽ എനിക്കും പറയാം. സെയിം ലോജിക്. എന്തായാലും പ്ലേ ചെയ്തോ. എവിടെ എത്തി? ഇതല്ലേ? You can't stop people from checking out of a hotel. Bar the door and don't jump out the windows. കുറച്ചുകൂടെ ബാക്കിലേക്ക് പോണം. എടാ അത് മ്യൂട്ട് ചെയ്ത പ്രതീക്ഷ, നിന്റെ അവിടുന്ന് വോയിസ് വരുന്നുണ്ടെന്ന്. There's no formal language where that really makes any sense. ഇതിനും ബാക്കിക്കാണോ? കുറച്ചുകൂടി ബാക്ക് മാൽപാസ് തുടങ്ങണം. It simply restates in a confused, infinite number of things. From 0 to infinity. Another clip from Alex Malpass. There's a formal theory of arithmetic, which is characterized by the piano axioms. And that's a language where you can express any sentence of arithmetic, like 7 + 3 = 10 or something. But when it comes to this Cantorian transfinite arithmetic, there's just no notion of subtraction. It's not well defined to say infinity -3. That's not a sentence of either the piano arithmetic or the Cantorian arithmetic. So while someone might say it informally, there's no formal language where that really makes any sense.
Right. That's my point. Inverse operations like subtraction and division are prohibited mathematically for transfinite or infinite numbers. But you can't stop people from checking out of a hotel. Bar the door and they'll jump out the windows. And Pause, here's the pause. next clip. It features Yeah, so again, കണ്ടോ പ്ലേറ്റ് മാറ്റി. അതായത് പുള്ളി പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെ പറ്റിയല്ല. അതായത് മാത്തമാറ്റിക്സിൽ മാത്തമാറ്റീഷ്യൻസിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ റിയാലിറ്റിയിൽ വരുമ്പോൾ റിയാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അണ്ണാ സമ്മതിക്കൂല എന്നാണ് പറയുന്നത്. കാര്യം റിയാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ നമുക്ക് ഹോട്ടലിൽ നിന്ന് വെളിയിടാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണെന്ന് സംഭവം ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളൊരു 100 ആൾക്കാരുള്ള ഒരു ഹോട്ടൽ ഇമാജിൻ ചെയ്യുക. അതിനകത്തുനിന്ന് ബാക്കി 3 പേര് ചെക്കൗട്ട് ചെയ്തു. അതായത് യു ആർ സബ്ട്രാക്ടിങ് 3 people from the 100 people. 97 ആൾക്കാരാണ് ബാക്കി ആ ഹോട്ടലിലുള്ളത്. ഇത് നമുക്ക് വളരെ സഹജമായിട്ട് ഇൻഡ്യൂറ്റീവ്ലി നമുക്ക് തോന്നും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ കാണുന്നതും ഹോട്ടൽ കാണുന്നതും എല്ലാം ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. നമ്മൾ ഫൈനൈറ്റ് ആയിട്ടുള്ള ഹോട്ടൽ കാണുന്നു. അവിടെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ കയറാൻ പറ്റുന്നതും ഇറങ്ങാൻ പറ്റുന്നതുമായിട്ടുള്ള ഏജൻസിനെയാണ് നമ്മൾ കാണുന്നത്. റൈറ്റ്. അപ്പം ഇതിനകത്തൊരു നമ്മൾ പ്രോബ്ലം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെമിലിയർ ആണ് ഈ സിറ്റുവേഷൻ ആയിട്ട്. മനസ്സിലായോ? നമുക്ക് വേണമെങ്കിൽ ആ ഹോട്ടലിൽ കയറാം, ഫ്രീ ആയിട്ട് ആ ഹോട്ടലിൽ കയറാം, ഇറങ്ങാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഏജന്റ് ആണ് ഈ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന ഇറങ്ങാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റിങ്ങിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പോസിബിൾ വേൾഡ് ഹിൽബർട്ട് ഹോട്ടൽ പോലൊരു സിനാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവിടെയുള്ള ഏജൻസിനും കാര്യങ്ങൾക്കൊക്കെ ഇതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് വരില്ല. മനസ്സിലായി? ചിലപ്പോൾ അവിടുത്തെ ഹോട്ടൽ വർക്ക് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. കാരണം അവിടെ ഒരു ഇൻഫിനിറ്റ് ഹോട്ടലാണുള്ളത്. അവിടുത്തെ മാത്തമാറ്റിക്സ്, റൈറ്റ്, ഇൻഫിനിറ്റിക്കുള്ള മാത്തമാറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ മാത്രമേ ആ ഹോട്ടൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? അതല്ലാതെ അതിന് വിരുദ്ധമായിട്ട് ഈ ഹോട്ടലിന് പ്രവർത്തിക്കാനോ ആ ഹോട്ടലിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഏജൻസിന് പ്രവർത്തിക്കാനോ പറ്റില്ല. അവിടെ നമ്മൾ തന്നെ പോകുന്നുള്ളത് അങ്ങനെയൊന്നും പറ്റില്ല. മനസ്സിലായി? ഇവിടെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ടൊരു കളിയായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കും, ഇങ്ങനെ ഫ്രീ ആയിട്ട് ആൾക്കാർക്കൊക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഹോട്ടൽ, അതേപോലെ തന്നെ ഫൈനൈറ്റ് റൂം മാത്രമുള്ള ഹോട്ടൽ, അതൊക്കെ എന്താ അബ്സർഡ് ആണ്. അതൊക്കെ ചിലപ്പോൾ മെറ്റഫിസിക്കലി ഇമ്പോസിബിൾ ആയിരിക്കും. അതൊക്കെ ആണെങ്കിൽ അവർ അവിടെ നിന്ന് ചിന്തിക്കും. മനസ്സിലായി? ഞാൻ ജസ്റ്റ് ഒരു കാര്യം ക്രേഗ് അവിടെ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയാലിറ്റിയിൽ നമുക്ക് ഒരിക്കലും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഈ ആൾക്കാരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേണമെങ്കിൽ ഈ മാത്തമാറ്റിക്സിൽ നമുക്ക് മാത്തമാറ്റീഷ്യൻസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ റിയാലിറ്റിയിൽ നമുക്ക് കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. മനസ്സിലായി? അവിടെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഞാൻ ഒന്ന് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. റാസി, എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാവോ? ഓക്കെ. ഞാൻ ഈ എക്സാമ്പിൾ മനസ്സിൽ ആലോചിക്കുമായിരുന്നു. ഇത് ഒളീരിയൻ സർക്യൂട്ടിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാമല്ലോ. അതെ. അപ്പൊ ഇത് ഒരു മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ സിനാരിയോ ആണെങ്കിൽ അവിടെ ഒരു ആള് വന്ന് നമ്മളെ കൈ പിടിച്ചിട്ടിടാ നീ അങ്ങനെ ചെയ്യരുത് എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. കൈ പിടിച്ച് നീ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിന്നെ കഴിഞ്ഞ ഓടിക്കും, അല്ലെങ്കിൽ നീ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിന്നെ കെട്ടിയിടും എന്നൊന്നും പറഞ്ഞാൽ ഒരാള് വന്ന് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ സിനാരിയോസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. റൈറ്റ്. ഇത് ഒരു നോൺ ഓയിലേറിയൻ സർക്യൂട്ട് ആണ്. ഇതിന്റെ ഈ പാരഡോക്സിന്റെ പേര് 7 ബ്രിഡ്ജസ് ഓഫ് കോയിൻസ്ബർഗ് എന്നാണ്. കോയിൻസ്ബർഗ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ഓയിലേറിയൻ സർക്യൂട്ട് ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2 കണ്ടീഷൻ വെക്കുകയാണ്. അതായത് ഈ ഒരു ബ്രിഡ്ജ് ഒരു തവണയെ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇങ്ങനെ ഞാൻ ക്രോസ് ചെയ്തെന്ന് വെച്ചോ, ഇങ്ങനെ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് പോകാൻ പറ്റത്തില്ല. എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് ഒരു വട്ടം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷയില്ല. മനസ്സിലായി? ഇതിന്റെ ബോൾഡ്നെസ് ഒന്ന് കൂട്ടാൻ നോക്കട്ടെ. ബ്രഷ് സൈസ് വലുതാക്ക്. ബ്രഷിന്റെ താഴെ ഒരു നേരം വേണ്ട. അതല്ലേ? അല്ലടാ, റൈറ്റ് ആ കളറിന്റെ അവിടെ അത്യാവശ്യം ബോൾഡ് ആണ്. അത് 8 ആക്കിക്കോ. അപ്പൊ ഇതിങ്ങനെ ക്രോസ് ചെയ്തു പിന്നെ എനിക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഒരു വട്ടം ക്രോസ് ചെയ്താൽ പോകാൻ പറ്റത്തില്ല. അതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ 7 ബ്രിഡ്ജ് ഞാൻ ക്രോസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാൽ എനിക്കിത് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ സിനാരിയോ ആണ്. മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ സിനാരിയോ ഇവിടെ ഞാൻ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന നേരത്ത് ആരും എന്റെ കാല് തല്ലി കൊടിക്കുകയും കെട്ടിയിടുകയൊന്നും വേണ്ട. മനസ്സിലായല്ലേ? ഇത് കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി, ഇപ്പൊ 6ാമത്തെ ബ്രിഡ്ജ് ഒരു വട്ടം ക്രോസ് ചെയ്ത്, ഇനി ഇതിലെ കൂടെ കറങ്ങി 5ാമത്തെ ബ്രിഡ്ജിലേക്ക് കയറി ഒരു വട്ടം ക്രോസ് ചെയ്തു,
പിന്നെ എനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രണ്ടാമത്തെ ബ്രിഡ്ജിൽ പോകാം, അല്ലെങ്കിൽ നാലാമത്തെ ബ്രിഡ്ജിൽ പോകാം. അപ്പൊ ഞാൻ നാലാമത്തെ കൂടെ പോവാണ്. നാലാമത്തെ കൂടെ പോയി. എങ്കിൽ പിന്നെ എനിക്ക് ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തേത് ഞാൻ കയറി. ഇനി എനിക്ക് ഒന്നെങ്കിൽ രണ്ടിന് പോകാം, അല്ലെങ്കിൽ ഒന്നിന് പോകാം. പക്ഷെ രണ്ടിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നിൽ കൂടെ പോകാൻ പറ്റത്തില്ല. ഒന്ന് ക്രോസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല എനിക്ക്. രണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ബ്രിഡ്ജിൽ കൂടെ ഞാൻ വീണ്ടും ക്രോസ് ചെയ്യേണ്ടി വരും. എങ്കിലും എനിക്ക് ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു വട്ടം ക്രോസ് ചെയ്ത് എനിക്ക് ഒരിക്കലും ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഒന്നില് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് രണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു സംഭവം മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ ആണ്. ആ ഒരു സെൻസിലാണ് നമ്മൾ പറയുന്നത് ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ. മനസ്സിലായോ? അതായത് ഇങ്ങനെ ഈ ഓപ്പറേഷൻസ് പറ്റില്ല എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ ആണെന്നുള്ള സെൻസിലാണ്. മാത്തമാറ്റിക്കലി ഇമ്പോസിബിൾ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ വർക്ക് ചെയ്യുക. റൈറ്റ്. അല്ലാതെ ആരും വന്ന് നിങ്ങളുടെ കാല് കെട്ടിയിടുകയോ കാല് നെല്ലൊടിക്കുകയോ പിടിച്ചിടണ്ടയോ അങ്ങനെയുള്ള എന്താണ് ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്കൊരു ഇത്തിരി മനസ്സിലാക്കാനായിട്ടൊരു ഇത്തിരി ബുദ്ധിമുട്ടാവുന്നേ ഉള്ളൂ. മാത്തമാറ്റിക്കൽ ഇമ്പോസിബിൾ ആണ്, ഇങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുക. റൈറ്റ്. അത് മാത്രല്ല, ഇൻ കേസ് ഇനിയിപ്പോ ആൾക്കാരെ റിമൂവ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വിചാരിച്ചു, അത് ഇപ്പോ ജസ്റ്റ് സബ്സ്ട്രാക്ഷൻ അല്ലാതെ ഒരു സെറ്റ് ഫംഗ്ഷൻ ഒക്കെ ആക്കിയിട്ട് റിമൂവ് ചെയ്തൂടെ? അവിടെ പ്രവർത്തിക്കുന്ന സെറ്റ് സബ്സ്ട്രാക്ഷൻ ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു സെറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് വേറൊരു സെറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാലോ. അപ്പൊ മാത്തമാറ്റിക്കലി അതിനൊക്കെ അലോ ചെയ്യുന്നുണ്ട്. രണ്ടിലേക്ക് കേറിയിട്ട് എന്നാ രണ്ടിലേക്ക് അങ്ങനെ അങ്ങനെയാണ് ക്രെയ്ഗ് പറയുന്നത്. അങ്ങനെ ചെയ്യാലോ, ജനല് ചാടിക്കൂടെന്ന്. Things that Cantor showed was there are infinities of different size. The first infinity is known as Aleph naught. The next largest is Aleph 1, and so on. So there's this infinite number which is called Aleph 7. And there's also an infinite number which is called Aleph 5. And we can add those. And if we add Aleph 7 to Aleph 5, you might think that what we're going to get is Aleph 12. But it doesn't work like that. The infinite case is different from the finite case. In fact, what happens if you add two infinite numbers together is that the bigger one swallows up the littler one. The smaller one is insignificant compared with the bigger one. And Aleph 7 plus Aleph 5 is just Aleph 7. Aleph 7 just takes over, and it's as if the Aleph 5 wasn't even there. So Aleph 7 plus Aleph 5 is Aleph 7. And similarly, Aleph 7 plus Aleph 3 is Aleph 7. If you add these smaller infinite numbers to Aleph 7, you just get Aleph 7. Now, suppose we tried to perform a subtraction. Suppose we start with Aleph 7 and ask, what is it that you need to add to Aleph 7 to get Aleph 7? Now, unfortunately, there's no clear answer to this, because we saw that if we added Aleph 3, that would just give us Aleph 7. If we added Aleph 5, that would give us Aleph 7. There's no longer any such thing as the number that we need to add to Aleph 7 to get Aleph 7. And this is an example of how subtraction just isn't well defined. ഇത് കറക്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ. അതായത് എങ്ങനെ നമ്മുടെ ട്രാൻസ്ഫൈനൈറ്റ് അരിത്തമാറ്റിക്കും അതേപോലെ ഫൈനൈറ്റ് അരിത്തമാറ്റിക്കും ട്രാൻസ്ഫൈനൈറ്റ് അരിത്തമാറ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് വരണത് എന്നുള്ളത്. ആ ഡിഫറൻസിന്റെ കാര്യം കറക്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ക്രൈവ് വന്നിട്ട് ഇത് അബ്സേർഡല്ലേ, എങ്ങനെ Aleph 5 കൂടി Aleph 7 കൂട്ടി കഴിഞ്ഞാൽ Aleph 12 കിട്ടണ്ടേ? എന്താണ് ഈ പറയുന്നത്? അപ്പൊ അത് അങ്ങനെ തന്നെ പരിപാടി നടക്കുക. പരിപാടി ഇവിടെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ നോക്കാൻ. അല്ല, പുള്ളി പറഞ്ഞ റിയാലിറ്റിയിൽ Aleph 7 Aleph 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം ഞാൻ പ്രശ്നമാക്കുമെന്നാണ് പുള്ളി പറയണത്. ഇപ്പൊ അങ്ങനൊന്നും അല്ല കേട്ടോ, ചുമ്മാ ആളെ ഇങ്ങനെ അടിയേരും കേട്ടോ. അല്ല, ഒരാള് കമന്റ് ചെയ്ത് ഒരു ഫേമസ് ആളല്ലേ ഈ ക്രൈഗിന്റെ ഫാൻ, എന്നിട്ട് ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഇങ്ങനെ ഒരു ഫിലോസഫർ ഇങ്ങനെ പറഞ്ഞു, ഒരു സയന്റിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കോട്ട് പറയുന്നത്. അത് ഒരാൾ കമന്റ് ചെയ്തിരുന്നു, അതായത് പുള്ളി വെള്ളത്തിൽ ചാടുമ്പോൾ രണ്ട് പ്രമുഖന്മാർ രക്ഷിക്കാൻ വരുമെന്ന്. അങ്ങനെ രക്ഷിക്കാൻ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല, നമുക്ക് അങ്ങനെ അറിയാനാ? പ്രമുഖരായിട്ടുള്ള ആൾക്കാരല്ലേ നമുക്ക്, നമ്മളൊക്കെ പാവം അറിയാത്ത. ഞാൻ പറട്ടാരാന്ന് പേര് പറട്ടെ, ഞാൻ പേര് പറയണ്ട, പോട്ടെ, വേണ്ട വിട്ടാ.
വെറുതെ പേടിപ്പിച്ചുള്ളത്. അതെ അത് പ്രമുഖ ശിഷ്യ കേട്ടോ. പ്രമുഖ ശിഷ്യൻ ഇതിന് റിപ്ലൈ ആയിട്ടൊരു നിങ്ങള് വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ശിഷ്യനും ആശാന്റെ പേര് പോയിണു. നിങ്ങൾ ആരെ കുറിച്ചാ വിചാരിച്ചത്? ഞാൻ ട്രെൻഡ് ഹോണിനെ കുറിച്ചാ വിചാരിച്ചത്. ആണാ കൊച്ചു കള്ള പോടുന്നു പറ്റിച്ചളഞ്ഞ്. എടാ അത് ഞാൻ പറയാൻ നിൽക്കായിരുന്നു. അതായത് എന്താ ട്രെൻഡ് ഹോണ് ഇതിന് റിപ്ലൈ ആയിട്ട് അങ്ങനെ ഐ മീൻ ക്രൈഗിനെ കളിയാക്കിയപ്പോ ട്രെൻഡ് ഹോണിന് സഹിച്ചിട്ടില്ല. അപ്പോ കൗൺസിൽ ഓഫ് ട്രെൻഡ് എന്ന് പറഞ്ഞ ട്രെൻഡ് ഹോണിന്റെ ചാനലില് ട്രെൻഡ് ഹോണ് ഇവരെ കളിയാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇവരെ റിബ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ആ ചെയ്തതേ ഓർമ്മയുള്ളൂ. മജസ്റ്റി ഓഫ് റീസണിന്റെ ജോസ്മിന്റെ ഒരു കൗണ്ടർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപോയി കഴിഞ്ഞാൽ പോയ വഴി ഏതാ ഉള്ളത്. Refuting trend hone. Trend hone has disproved Christianity. അയ്യോ അതാണ് പറയുന്നത്. ഇങ്ങനെ ആശാന്മാർ പല പരിപാടിയെ കാണിക്കും. പക്ഷെ നമ്മള് അതിനകത്ത് കയറി പണിയാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എയറിലൊക്കെ പോകും. എന്നിട്ട് ഞാൻ മറ്റോന്റെ ശിഷ്യന്റെ ശിഷ്യനാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ട്രെൻഡ് ഹോൺ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. ട്രെൻഡ് ഹോൺ പറയാണ്, സി ക്രേഗ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ക്രേഗ് പറയുന്നത് ഇതൊരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ അല്ല, ഇതൊരു മെറ്റാഫിസിക്കൽ കോൺട്രഡിക്ഷൻ ആണെന്നാണ്. അപ്പൊ ജോഷിയോട് ചോദിക്കുന്നത് എഗെയിൻ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ അല്ലാതെ വേറൊരു സംഭവം ഇല്ല. ഇത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് സാധനം. ഇനി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഒഴിവാക്കി പോകാൻ നല്ലത്. കലാമിന്റെ ഗ്രേസ്ഫുൾ ഡെത്ത് ആണ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു ടൈമിൽ. ഇനി കലാം പൊതി വരാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് ഐസ് ലിക്വിഡ് ഫോമിൽ വേണം. അല്ല കോൺട്രഡിക്ഷനെ മെറ്റാഫിസിക്കൽ കോൺട്രഡിക്ഷൻ. പോട്ടെ ഞാൻ പ്ലേ ചെയ്യണ്ടല്ലോ. എന്താ? Okay. The higher alephs only reinforce the suspicion that we're dealing here with a purely conceptual realm, not something that can exist in reality. Indeed, the real existence of a plurality of things that is numbered by one of these higher alephs is impossible because there wouldn't be enough space-time points to accommodate all of them. The number of points in continuous space-time is aleph 1. So any alephs high. ദൈവത്തിനെ വിശ്വസിക്കുന്നവരാണ് പറയണത് ഇതൊക്കെ ഭയങ്കര കൺസെപ്ഷ്യൽ അല്ലേ, ശരിക്കുള്ള ലോകത്ത് ഇതൊക്കെ നടക്കും. Higher than that, aleph 2, aleph 3, aleph 4, aleph 5 cannot exist in reality because there wouldn't be enough room for them. But in any case, this is all really quite beside the point, because the Kalam cosmological argument is concerned only with the least transfinite number, aleph null. This next clip, the narrator introduces you again, Bill. As we saw earlier, when presenting to a lay audience, Craig has claimed that the infinite is contradictory. But mathematicians recognize that the existence of an actually infinite number of things leads to self-contradictions. Ketalla. Yes, that is a shortcut to communicate these extraordinarily difficult പാവങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണോ? മാമനോടൊന്നും തോന്നല്ലേ, അത് ഷോർട്ട് കട്ട് എടുത്തതാണ്. situations involve logical contradictions. But when talking to philosophers, a different claim is made. Now, Alex is ഒരു മിനിറ്റ് എടാ പോസ് ചെയ്തേ. അല്ല ഇത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ക്രേഗ് പറയുന്നത് ക്രേഗിന് ഈ ഡിബേറ്റിൽ ചെന്നിട്ട് അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് വിവരിച്ചു കൊടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അതായത് ഇത് മെറ്റാഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മെറ്റാഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണേക്കാൾ എളുപ്പല്ലേ, അതൊരിക്കലും നടക്കൂല എന്ന് പറഞ്ഞാല്. അല്ലല്ല വെയിറ്റ് ഞാനേക്കാളും മാസം ജനിച്ചില്ല. അപ്പം ക്രേഗ് പറയണത് എന്താണ്, ഇത് കോൺക്രീറ്റ് എൻറ്റിറ്റീസിന് ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് എന്റെ തല പോകുന്ന അബ്സേർഡ്, എനിക്ക് നാളെ എങ്ങനെ ഉറങ്ങാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് പുള്ളി പറയണത്. എന്നിട്ട് അതുകൊണ്ട് അത് മെറ്റാഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആവണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെനിക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് ആ ഒരു ഓഡിയൻസിന്റെ ഡിബേറ്റിലൊക്കെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അത് കൺവേ ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ ഒരു ഷോർട്ട് കട്ട് എടുത്തതാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അത് ഇങ്ങേർക്ക് ആ ഡിബേറ്റിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല.
പക്ഷെ ഇയാൾ പറയുന്നത് ഈ ഡോക്യുമെന്ററി ചെയ്യുന്ന ആള് ഈ ക്രേഗ് ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്നിട്ട് അതിന്റെ റെസ്പോൺസ് ഇതാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിന് ക്രേഗ് കൊടുക്കുന്ന റെസ്പോൺസ് ഇതാണെന്നും പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഫുള്ള് സീരിയസ് ചെയ്യണമെന്നാണ് പുള്ളി പറയുന്നത്. ഇതിലെ മാസുള്ള ഭാഗാട്ടി വരെ ഇടും. അതെ, അത് ഞാൻ പിന്നീട് കാണിച്ചുതരാം. മോളെ അവിടെ എന്നിട്ട് ആദ്യം പറയുന്നുണ്ട് ആദ്യം പറയുന്നുണ്ട്, അതായത് ഇവന്മാര് ഫുള്ള് തട്ടിപ്പ് പരിപാടിയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല അഡ്രസ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ ഇതിനകത്ത് ഏതാ നമ്മൾ എടുക്കേണ്ടത്? അല്ല, നമുക്ക് ഇനി ഇവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല. യു എ ടീമിനൊക്കെ ആശാൻ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പിള്ളേർക്ക്. അതെ, പിന്നെന്ത് ചെയ്യും? പോട്ടെ, ചെയ്തോ. ഇയാള് പറയുകയും ചെയ്യത് പറ്റത്തില്ല എന്ന്. എന്നിട്ട് മറ്റവന്മാര് കണ്ടു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്നും പറയും. Contradictions or incoherences. Jose Bernadette, in his book on infinity, says that there's no logical contradiction involved in these monstrosities. അല്ല, ഇൻഫാക്ട് ബെനഡിക്റ്റ് പ്രൊപ്പോണന്റ് ആ ഡിബേറ്റിൽ അപ്പ എയർ കയറ്റും മാൽപാസ് എടുത്തിട്ട്. മാൽപാസ് അവിടെ പറഞ്ഞു കൊടുക്കും ബെനഡിക്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയുടെ അഡ്വക്കേറ്റ് ആണെന്നുള്ളത്. അവിടെ സ്പോട്ടിൽ എയർ കയറുന്നുണ്ട്. മാൽപാസ് മാന്യതയോടെ പറയുന്നുണ്ട്. Concrete reality to see that this is metaphysically impossible. Right. Illustrations like Hilbert's Hotel and Bernadette's book may not be strictly logically impossible, but I think they are metaphysically impossible. Other paradoxes, like Proust's Grim Reaper paradox, however, do involve logical contradictions. Another clip from Alex Malpass. In contrast to other notions of possibility. നീ പറഞ്ഞ പോർഷൻ കാണാനല്ലോ. അത് ഇതിനകത്തില്ലടാ, ഡിബേറ്റിലാടാ. തമ്മിലുള്ള വീഡിയോ അല്ലേ ഒറിജിനൽ ഡിബേറ്റ്. മനസ്സിലായി. What the definition of that is supposed to be, and many of us are dubious that just simply pointing that something seems absurd is enough to forbid it from existing. In reality, philosophers have to be a lot bolder than that. I'm a lot more open-minded. Fair enough. The boundaries of the metaphysically impossible are unclear, since they may not involve logical inconsistencies. For example, is it metaphysically possible that gold might have had a different atomic number than 79? Or that your desk could have been made of ice? Intuitions may differ, but most philosophers would say that these logically consistent scenarios are nonetheless metaphysically impossible. Similarly, given the counterintuitive consequences of the real existence of an actually infinite number of things, I think that skepticism about their metaphysical possibility is surely justified. Up next, അയ്യോ കഷ്ടമുണ്ട്, എനിക്ക് വിഷമം തോന്നുന്നു. പണ്ടൊക്കെ സെൽഫ് കോൺട്രഡിക്ഷൻ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഇത്രയും വീഡിയോസ് ഇത്രയും സംഭവങ്ങൾ വന്നതിന് ശേഷം പുള്ളി പറയാണ് ഇതിനോടുള്ള സംശയം ജസ്റ്റിഫൈഡ് ആണ് എന്നതാണ് എന്റെ പൊസിഷൻ എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് പുള്ളി. അപ്പൊ സംശയം ജസ്റ്റിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പുലിയായിരുന്നു, ഒന്ന് രണ്ട് പല്ലു പോയി. അല്ല, അതിനെതിരെയുള്ള സംശയം ജസ്റ്റിഫൈഡ് ആണ്, മനസ്സിലായോ? പറയുന്നുണ്ട് ഏറ്റവും കൂടുതലും ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ഒഴിച്ച് മെറ്റഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര സംശയത്തോടെ നിൽക്കുന്ന സംഭവമാണ്. അതിന് അബ്സേർഡ് ആണ് എന്നൊരു കാരണം കൊണ്ട് മാത്രം അത് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ മൈൻഡ്, വി ഷുഡ് ബി മോർ ബോൾഡർ ആൻഡ് ഓപ്പൺ മൈൻഡഡ് ആസ് എ ഫിലോസഫർ എന്ന് മാൽപാസ് പറഞ്ഞു. മാൽപാസിന്റെയും വെസ്റ്റ്മോറിസന്റെയും എഴുത്തുകൾക്കൊന്നും തന്നെ ഈ പുള്ളി മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കലാം ഒരാൾ പറഞ്ഞത് എത്തിസത്തിന്റെ കടക്കൽ വെട്ടുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് കലാം. പരിപാടി ഒന്ന് പൂട്ടി പോവാന്നൊക്കെ വീട്ടില്. അല്ല, ഒരു മിനിറ്റ്, ഇവിടെ സംഭവം എന്ന് പറഞ്ഞാല് പുള്ളി പറഞ്ഞെന്താണ്, നമുക്ക് ഇറ്റ് സ്കെപ്റ്റിസിസം വാട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ആക്ച്വൽ ഇൻഫിനിറ്റീസ് ഇസ് ജസ്റ്റിഫൈഡ്. അതുകൊണ്ട് ഞാൻ സ്കെപ്റ്റിക് ആയിട്ടിരിക്കുകയാണ്, എനിക്ക് അതുകൊണ്ട് വലിയ താല്പര്യമില്ല ആക്ച്വൽ ഇൻഫിനിറ്റി ഉണ്ടെന്ന് പറയാനായിട്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഫേവറേറ്റ് പൊസിഷൻ ആയിട്ടുള്ള ഇത് എടുക്കുന്നു. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്കെപ്റ്റിസിസം, ആക്ച്വൽ ഇൻഫിനിറ്റി എക്സിസ്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ സ്കെപ്റ്റിസിസം, അതും ജസ്റ്റിഫൈഡ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈ ഫസ്റ്റ് പ്രിമിസ് ഞങ്ങൾ എടുക്കേണ്ട, അല്ലെ സെക്കൻഡ് പ്രിമിസ് ഞങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, അത് ചെയ്തേക്കാം
അപ്പോൾ ഇത് എടുക്കാനായിട്ട് നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ഇല്ലെന്നാണ് നമ്മൾ വായിക്കുന്ന പോയിന്റ്. മനസ്സിലായോ? അപ്പൊ പ്ലേ ചെയ്തോ. So basic that that's no place for anybody to dig in their heels against infinity. Even if you only accept potential infinity, the Hilbert Hotel and those results about it are completely incontrovertible. A strange response. He must mean merely that Hilbert's Hotel is a good illustration of the existence of an actually infinite number of things. Well, of course it is. We should expect that David Hilbert, perhaps the greatest mathematician of the 20th century, knew how to illustrate accurately the actual infinite. His hotel is not merely potentially infinite. Here's another clip from Dr. Alex Malpass. The examples that are supposed to be problematic always involve admitting new guests, shuffling guests from one room to the other. And if we imagine a hotel where the doors were sealed and nobody could move from one room to the other, it's hard to think of a similar example that could bring out anything that looked absurd about it. It would just be a hotel with infinitely many rooms in. And if that's right, it does lead you to wonder whether the problem is the infinity involved or whether it's the manipulation of those infinite elements that's the problem. And that's helpful because, I mean, it's plausible to suppose that what's done is done and you can't change that. The past is fixed and unchangeable. So that if the past is supposed to be like an infinite hotel, then it's more like one where the guests can't shuffle around than one where they're free to move to different rooms. I mean, it's just impossible that yesterday didn't happen, given that it has happened. This reply is bizarre. We can use any concrete reality to illustrate the existence of an actually infinite number of things. For example, baseballs, coins, stars, people. There's nothing about the absurdity involved in Hilbert's Hotel that hinges upon the illustrations involving a hotel with rooms and doors. Well, Bill, we're out of time. Yeah, We'll yeah, skip it right actually. there. And on the next podcast, ഇല്ല, ആക്ച്വലി അതിനകത്ത് മാൽപാസ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. മാൽപാസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം ഓക്കെ ഗ്രാൻഡ് ചെയ്യാം, ഇതൊക്കെ ഒരു അബ്സേർഡ് സംഭവങ്ങളാണ്, ഈ അബ്സേർഡ് സംഭവങ്ങൾ കാരണം ഇത് ഉണ്ടാവില്ല എന്ന് നമുക്ക് വെറുതെ ഒന്ന് തർക്കത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അവിടുത്തെ അബ്സേർഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ നമുക്ക് ഷഫിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളുകളെ എടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ട്, ഒരാളെ ഓഡ് നമ്പർ ഉള്ളവരെല്ലാം ഈവൻ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഒന്നൊന്നും റൂമിലേക്ക് മാറ്റാൻ പറ്റുന്നത് എന്നതാണല്ലോ നിങ്ങൾ ഉന്നയിക്കുന്ന അബ്സേർഡിറ്റി. ബട്ട് ഇന്നും തന്നെ കോസൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഈവൻസിൽ അപ്ലൈ ആവുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇങ്ങനെ മാറ്റം നടക്കുന്നില്ല. ഇപ്പോൾ 1947 ഇന്ത്യക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മൾ മാറ്റിയിട്ട് നമുക്ക് യുക്രൈൻ്റെ വാർ കൊണ്ടുവന്ന് വെക്കാം, അങ്ങനെ നടക്കുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ വൺസ് ഇറ്റ് ഈസ് സെറ്റ് ഇറ്റ് ഈസ് സെറ്റ്. അവിടെ ഇപ്പോൾ ഒരു പാസ്റ്റ് ഒരു ഇൻഫിനിറ്റ് ഹോട്ടൽ ആണെങ്കിൽ അവിടുത്തെ അതിൻ്റെ എല്ലാ ഡോറും അടച്ചിട്ടേക്ക് കാണും. ഒരു പ്രാവശ്യം ഗസ്റ്റ് കയറി കഴിഞ്ഞാൽ അവിടുന്ന് വെളിയിൽ പോകാനോ അകത്ത് കയറാനും പറ്റത്തില്ല. ഡോർ ഈസ് ക്ലോസ്ഡ്. അതെ, ഇത് ഇപ്പം ഇവിടെ ഇൻഫിനിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആക്ച്വൽ ഇൻഫിനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എടുക്കേണ്ട കാര്യമില്ല. എന്താണോ ഇവർ പറയുന്ന കാര്യം, ഇപ്പൊ ക്രേഗ് പറയുന്ന അബ്സേർഡിറ്റീസ് ആണ്, പ്രുസ് പറയുന്നത് കോൺട്രഡിക്ഷൻസ്, ഇറ്റ് ലീഡ്സ് ടു കോൺട്രഡിക്ഷൻസ് ആണ്. അപ്പം നമ്മളവിടെ ഇത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവർ ഈ പാരഡോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു പ്രിൻസിപ്പിളിനെ റെസ്ട്രിക്ട് ചെയ്യുക. ഇൻഫിനിറ്റി ഇൻഹെറന്റ്ലി ഡസന്റ് ഹാവ് എനി സോർട്ട് ഓഫ് കോൺട്രഡിക്ഷൻസ്, റൈറ്റ്? അപ്പം നമുക്ക് പറയാം ചില ഇൻഫിനിറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള സിനാരിയോസ് പോസിബിൾ ആണ്, ചില ഇൻഫിനിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള സിനാരിയോസ് പോസിബിൾ അല്ല. അത് എന്താണ് വ്യത്യസ്തമാക്കാനായിട്ടൊരു ക്രൈറ്റീരിയ പ്രൊവൈഡ് ചെയ്താൽ മതി. ഇപ്പം അതിന് സാധാരണ ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അൺസാറ്റിസ്ഫൈബിൾ പെയർ ഡയഗ്നോസിസ്. പ്രിസിന്റെ കേസിൽ, ക്രേഗിന്റെ കേസിൽ നമുക്ക് പറയാം അബ്സേർഡ് ആയിട്ടുള്ള സിനാരിയോസ് ഇമ്പോസിബിൾ ആണ്, പക്ഷെ അബ്സേർഡ് അല്ലാത്ത സിനാരിയോസ് ഇപ്പൊ മാൽപാസ് ഇലസ്ട്രേറ്റ് ചെയ്ത പോലെ ഇങ്ങനെ ഫുള്ള് ഡോർ ലോക്ക്ഡ് ആണ്, അതിനകത്തെല്ലാം ആളത്ത്, ആ ഒരു സിനാരിയോ അബ്സേർഡ് അല്ല, മനസ്സിലായി? അത് പോസിബിൾ ആണ്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ഇത് പറയാം നമുക്ക്. നേരത്തെ വിഘ്നു തന്നെ അത് പറഞ്ഞിരുന്നു, OP പറയുന്ന ഒരു പോയിന്റ് ആണത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. അതെ, ഞാൻ ഒരു കാര്യം പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തതാ. ഇതില് ബാക്കിയുള്ള ഐസക്സണും മൂറും ഒക്കെ പറയണ കാര്യത്തിന് ക്രൈഗ് റിപ്ലൈ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മാൽപാസ് പറയണ പോയിന്റിനെ മാത്രം ക്രൈഗ് മര്യാദയ്ക്ക് അഡ്രസ് ചെയ്യുന്നുണ്ട്. ചോദിക്കണേനല്ല, നിങ്ങൾ റിപ്പീറ്റ് ചെയ്താണ്ടോ, മാൽപാസിന്റെ ക്വസ്റ്റിന് മാത്രം ക്രൈഗ് ചോദിക്കണേനല്ല റിപ്ലൈ കൊടുക്കണത്.
അതിന് കറക്റ്റ് ആയിട്ടുള്ള കാരണമാണ്. കാരണം ഐസക്സൺ മൂർ എന്ന് പറയുന്നത് ഈ കലാമിൽ സ്പെഷ്യലൈസ് ചെയ്തു, അല്ലെങ്കിൽ സെക്കൻഡ് പ്രിമൈസ് അവർ ചിലപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ ഫസ്റ്റ് ആയിട്ടാവും കേൾക്കണത്. എങ്ങനെ കലാമിന്റെ ആ പ്രിമൈസിന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ആ ടൈമിലാവും ചിന്തിക്കണത്. പക്ഷേ മാൽപാസ് എന്ന് പറയുന്നത് ഇതിനെ പറ്റി ഈ സെക്കൻഡ് പ്രിമൈസിൽ സ്പെഷ്യലൈസ് ചെയ്ത ടോപ്പ് 2 ആൾക്കാരിൽ ഒന്ന് മാൽപാസും മറ്റേത് മോറിസ്റ്റോണാണ്. അപ്പൊ മാൽപാസിന്റെ കൗണ്ടേഴ്സ് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് കൗണ്ടർ. അതേപോലെ മാൽപാസ് ഇത് ഫ്യൂച്ചർക്ക് എക്സ്റ്റെൻഡ് ചെയ്യണ വേർഷൻസ് ഉണ്ട്. അത് അടിപൊളി പരിപാടിയാണ്. ക്രൈഗ് പറഞ്ഞ എല്ലാ പാരഡോക്സും ഫ്യൂച്ചർക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, എന്നിട്ട് ക്രിസ്ത്യാനിറ്റിനെ ഇല്ലാണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് ക്രൈഗ് ഈസ് സ്കെയർഡ് ഓഫ് മാൽപാസ് എന്നാണ്. മാൽപാസിന്റെ ഒരു മാൽപാസും വെസ്റ്റ്മോറിസ്റ്റന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. വെസ്റ്റ്മോറിസ്റ്റന്റെ ഇൻഡിവിജ്വൽ, മാൽപാസിന്റെ ഇൻഡിവിജ്വൽ പേപ്പേഴ്സ് ഉണ്ട്. ഈ പേപ്പേഴ്സ് എല്ലാം തന്നെ ഇൻഫിനിറ്റി പുള്ളി പറയുന്ന എല്ലാ ആർഗ്യുമെന്റും വലിച്ചു കീറുന്നുണ്ട്. അതൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ വായിക്കണം. അല്ലെങ്കിൽ മാജസ്റ്റി ഓഫ് റീസണിൽ തന്നെ രണ്ടാളും കുറെ വട്ടം വന്നിട്ടുണ്ട്. അതെ 5-6 വട്ടം വന്നിട്ടുണ്ട്. അതിനകത്ത് അതിനകത്ത് കലാമിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട് മെജസ്റ്റി ഓഫ് റീസൺ. എന്തുകൊണ്ട് കലാം ഉടായ്പ സംഭവമാണെന്ന്. എനിക്കിതൊരു വെൽ ഗുഡ് റിസോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വായിക്കുന്നതിൽ താല്പര്യമില്ല, നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ആണ് താല്പര്യമെങ്കിൽ അതും നിങ്ങൾക്ക് കാണാം. നമുക്ക് പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇത് ഈ എല്ലാ പേപ്പേഴ്സും നമുക്ക് കോട്ട് ചെയ്യാം, മോറിസ്റ്റന്റെയും ഇതിന്റെയും. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് കലാം ഒരു സ്ട്രോങ് ആർഗ്യുമെന്റേ അല്ല. കലാം ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഇമ്പോർട്ടൻ്റ് അറിയാം. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിന്റെ റെസ്പോൺസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻഫിനിറ്റിയുടെ ആർഗ്യുമെന്റ്സ് ഒന്നും തന്നെ നിലനിൽക്കാത്തൊരു ആർഗ്യുമെന്റ് ആണ്. വളരെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഇറ്റ് ഡസന്റ് ഈവൻ ടച്ച് എത്തിസം. അതുകൊണ്ട് ഞാനിപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് ഇപ്പൊ കൂടുതലും കണ്ടിജൻസിയിൽ ആളുകൾ വർക്ക് ചെയ്യുന്നതൊക്കെ ഇതുകൊണ്ടായിരിക്കുന്നതാണ്. കലാമൊക്കെ ഇപ്പൊ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? എനിക്കറിയില്ല. കലാമ പുതിയ ഏതെങ്കിലും ഫോർമുലേഷൻസും വേർഷൻസും കൊണ്ടുവരുന്നുണ്ടോ? കലാമിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പ്രസന്റ് ചെയ്യണ ആൾക്കാർ, അതിപ്പോ ക്രൈഗ് ആയാലും അതുപോലെ തന്നെ കോസ്റ്റൽ ഫിനിറ്റിസും പ്രസന്റ് ചെയ്യണ അവര് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. ക്രൈഗ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ക്രൈഗിന്റെ പ്രസന്റേഷൻ വേറെ ലെവലാണ്. എല്ലാവർക്കും കൺവിൻസിംഗ് ആവുന്ന രീതിയിലാണ് ക്രൈഗ് പ്രസന്റ് ചെയ്യുക. പക്ഷെ ഇതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം. ക്രൈഗിനെ അറിയണ പോലെ നിങ്ങൾ ഇതിന്റെ കൗണ്ടർ മാൽപാസിന്റെ മോറിസ്റ്റന്റെ എന്തോ അല്ലെങ്കിൽ ഒപിന്റെ ഒന്നും കൗണ്ടർ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല. ക്രൈഗ് പ്രസന്റ് ചെയ്യണ പോലെ പോയിന്റ് ഇട്ടിട്ട് പ്രിമൈസുകൾ നിരത്തി അങ്ങനെ കറക്റ്റ് പോയിന്റ് വെച്ചിട്ട് നല്ല ആരും അങ്ങനെ പ്രസന്റ് ചെയ്യില്ല. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ വായിക്കണം. രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് എന്താ, കലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്, ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആണ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ക്രൈഗ് ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോൺട്രഡിക്ഷൻ എന്നൊക്കെ പറയും. ചില ഷോർട്ട് കട്ടുകൾ പിന്നെ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി. എന്താ മറ്റേ ക്യാമറൂണും അതായത് ക്യാപ്ചറിങ് ക്രിസ്ത്യാനിറ്റിയും അതേപോലെ തന്നെ റാഷണാലിറ്റി റൂൾസും തമ്മിൽ നടന്ന കലാമിന്റെ ഡിബേറ്റ്, അതില് നല്ല രീതിയിൽ ഒരു പോപ്പുലൈസർ ഇത്ര അടിപൊളിയായി പ്രസന്റ് ചെയ്യണത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സ്റ്റീഫൻ വുഡ്ഫോർഡ്. അന്ന് ആള് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് സ്റ്റീഫൻ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ആ ക്യാമിനുള്ള കൗണ്ടർ. ക്യാമോ അതേപോലെ തന്നെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടാണ് അതിന്റെ ബെസ്റ്റ് വേർഷൻസ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് നല്ലൊരു രീതിയിൽ പോപ്പുലർ ആക്കേണ്ട ഒരു സാധനമാണ്. അല്ല ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഇതിനെ പറ്റി ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കലാമിന്റെ ഇപ്പോഴത്തെ ലീഡിങ് ഡിഫൻഡേഴ്സ് ക്രേഗ് ഒന്നും അല്ല, റൈറ്റ്. ലീഡിങ് ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂൺസ് ഉണ്ട്, റൈറ്റ്, പിന്നെ പ്രുസ് ഉണ്ട്, പിന്നെ ജാക്കബസ് റാസ്മസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് റാസ്മുസൻ അങ്ങനെ കുറച്ച് തീസ്റ്റുകളാണ് ഇതിന്റെ മെയിൻ പ്രൊപ്പോണൻസ് ഇപ്പൊ ഉള്ളത്. അവര് ഈ ഒരു വേർഷൻ ഒന്നും അല്ല, ഇവര് കോസൽ ഫാനിറ്റിസും അതേപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ അത് പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ കലാമിനെതിരെയുള്ള കാര്യങ്ങൾ വായിക്കണമെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് OP, റൈറ്റ്. OP ഒരു വലിയ ഇതാണ്. വെസ്റ്റ് മോറിസ്റ്റൻ നേരത്തെ വിഘ്ന പറഞ്ഞ പോലെയാണ്. മാൽപാസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റീഫൻ പെറിയർ, റൈറ്റ്, പുള്ളിക്കാരനുണ്ട്. ക്വെന്റൻ സ്മിത്ത് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഏത്തീസ് ഫിലോസഫേഴ്സും ഉണ്ട്. അവരുടെയൊക്കെ വർക്ക് വായിച്ചിട്ട് രണ്ട് സൈഡും വായിച്ചിട്ട് വേണം അതിനകത്തൊരു ജഡ്ജ്മെന്റ് മേടിക്കാൻ. മിക്ക സമയത്തും യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ആൾക്കാര് ഒരാളെ മിസ് ചെയ്തു. ഇമാനുവൽ ഫ്രാൻസിസ്. അത് ഈ ഫ്യൂച്ചറിൽ വരുത്തേ ഉള്ളൂ. ഈ ഫുൾ വീഡിയോ കഴിഞ്ഞിട്ട് ക്രൈഗ് വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഞാൻ അപ്ലോഡ് ചെയ്യണോ, ഇത് പണിയാവോ എന്നൊരു ഡൗട്ട്. ഇതെന്തോ പ്രശ്നം ഉണ്ടല്ലോ. പിന്നെ ഫാൻ ബോയ്സ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ക്രൈഗിന്, അണ്ണ എന്തെങ്കിലും ചെയ്യണോ ഇതിനെ പറ്റിട്ട്. നമ്മള് തലയില് മുണ്ടിട്ടാണ് ഇപ്പൊ നടക്കണത്. ഇവര്
എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒട്ടേക്ക് എടുക്കാം. ക്വസ്റ്റ്യൻസ് എടുക്കാം. ഇത് മനസ്സിലാവുന്നുണ്ടോടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ കമന്റ് ഞാൻ പൈസ കൊടുത്തിപ്പിച്ചതൊന്നല്ല കേട്ടോ. റാസി എക്സ്പ്ലെയിൻ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. റാസിയുടെ ഒരൊറ്റ ചോദ്യത്തിൽ വിഗ്നുവിന്റെ ആന്റിനേറ്റലിസം തകർന്നുപോയി എന്നാണ് ഞാൻ കേട്ടത്. ഉണ്ടാക്കിയാലോ ചോദിച്ചു, അതോടെ തീർന്നു. ഇവിടെ ലൈവില് വല്ല വായ പൊത്തി പിടിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരെ കാര്യം പറയാൻ മാത്രം തുറപ്പിക്കുക, പിന്നെ വായ പൊത്തി പിടിക്കുക. ഈ 12ാം ക്ലാസ്സുകാരന്മാരെയൊക്കെ പിടിച്ചു പിടിയിരുത്തി അങ്ങനെ ഇത്ര ഇമ്മച്യൂർ ആണെന്ന് ഇവർക്ക് ലൈവില് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞുതരാം, സത്യം ഞാൻ പറഞ്ഞുതരാം. റാസിയും വിഗ്നുവും ഇത് ഡിസ്കസ് ചെയ്യായിരുന്നു ആന്റിനേറ്റലിസത്തെ പറ്റി, റൈറ്റ്? അപ്പൊ അവരിങ്ങനെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നപ്പോ റാസി ഒരു ഭയങ്കര പവർഫുൾ ആർഗ്യുമെന്റ് വെച്ചു. വിഗ്നുവിന്റെ വേൾഡ് വ്യൂല് മികച്ച ലോകത്തേക്ക് എത്തുക എന്നുള്ളതാണല്ലോ എത്തിക്കൽ ആക്സിയം. അപ്പം ഇവൻ ചോദിച്ചു, നിന്റെ മികച്ച ലോകത്ത് ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പം വിഗ്നു പറഞ്ഞ അതിനകത്ത് ആൾക്കാരുണ്ട്. അപ്പം ആന്റിനേറ്റലിസം വേണമെന്ന് പറഞ്ഞൊരു റൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുള്ളൊരു ലോകത്തേക്കല്ലല്ലോ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ഒരു ബേസിക് ഐഡിയ അല്ലേ റാസി? അതാണ് ബേസിക് ആർഗ്യുമെന്റ്. അതെ, ജസ്റ്റ് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും സഫറിങ് അനുഭവിക്കുക, ആരും ഇല്ലാത്തൊരു ലോകത്തിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളത് ഉള്ള ആളുകള് വെൽബീയിങ് അനുഭവിക്കുന്ന ലോകമാണ്. അപ്പൊ വെൽബീയിങ്ങിന് അവിടെ എന്തോ വാല്യൂ ഉണ്ട്. സഫറിങ് റെഡ്യൂസ് ചെയ്യണതിന് വാല്യൂ ഉണ്ട് ഓഫ് കോഴ്സ്, ബട്ട് വെൽബീയിങ്ങിന് വാല്യൂ ഉണ്ട് എന്റെ ആക്സിയം വെച്ചിട്ട് തന്നെ. ഓക്കെ, വെൽബീയിങ്ങിന് വാല്യൂ ഇല്ല, ജസ്റ്റ് സഫറിങ് റെഡ്യൂസ് ചെയ്യാന്നുള്ള ഒറ്റ പരിപാടി നമുക്കുള്ളൂ എന്നാണെങ്കിൽ ആന്റിനാറ്റലിസം അപ്ലോഡ് കൊടുക്കാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്റെ ആക്സിയം അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ ഒരു ആക്സിയം എടുത്തു കഴിഞ്ഞാൽ വേറെയും കുറെ പ്രശ്നങ്ങളിലേക്ക് വരും. കാരണം സഫറിങ് ഇല്ലാത്തൊരു പോസിബിൾ വേൾഡ് ആണ് നമ്മൾ എയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോസിബിൾ വേൾഡിലേക്ക് എത്താനുള്ള ആക്ഷൻസ് ചെയ്താൽ മതി. അല്ലാതെ എന്താ ഇപ്പൊ തന്നെ ആ പോസിബിൾ വേൾഡ് ഇതാക്കണ്ടല്ലോ. എന്താ ഇപ്പൊ സഫറിങ് കുറക്കണ ആക്ഷൻസ് ചെയ്യണ്ടല്ലോ. പിന്നെ ഈ നസീഫ് പറഞ്ഞ കാര്യം, അതായത് റാഷണാലിറ്റി അത് ക്രൈഗ് കൊടുത്ത അധികം റിപ്ലൈ കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം റാഷണാലിറ്റി റൂൾസ് 7 മിനിറ്റിലെങ്ങാനും ചെയ്താണ്. അപ്പോ കുഴപ്പമില്ല. അതേപോലെ തന്നെ റാഷണാലിറ്റി റൂൾസിന് മറ്റേ മാത്തമാറ്റിക്സ് അപ്ലിക്കബിലിറ്റി ഓഫ് മാത്തമാറ്റിക് ആർഗ്യുമെന്റിന് അത് റാഷണാലിറ്റി റൂൾസ് എത്തിസ്റ്റുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതൊരു സിമ്പിൾ വേർഷൻ, അതൊരു അക്കാഡമിക് സാധനമാക്കിട്ട് എടുക്കുന്നത്. ഷോർട്ട് കട്ട്. ഞാൻ പറയുന്നത് ഈ വെസ്മറിസന്റെയും മാൽപാസിന്റെയും ഒപ്പയുടെയും 3 വർക്കുകൾ മാത്രം മതി ഈ കലാമിന്റെ എല്ലാ വേർഷനും പോകാൻ. അതിൽ കൂടുതലൊന്നുമില്ല. അതിനകത്ത് യൂട്യൂബ് വീഡിയോയിലും നല്ലത് ആ കണ്ടന്റ് ആണ്. പിന്നെ ഈ മെജസ്റ്റി ഓഫ് റീസണിൽ ഇവരൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കിടു ഡിസ്കഷൻസ് ആണ്. അതൊക്കെ നല്ല ക്വാളിറ്റി കണ്ടന്റ്. അതൊന്നും അധികം എത്ര പേര് കണ്ടിട്ടൊന്നും അറിയില്ല. ഇതിന്റെ ഓഥേഴ്സ് തന്നെ വന്ന് സംസാരിക്കുന്നുണ്ട് ഓരോ ഇത് എടുത്തിട്ട് പതുക്കെ. അപ്പം ഇതൊക്കെ കാണാൻ കുറച്ച് സമയം എടുക്കും. സോ പതുക്കെ നിങ്ങൾ കണ്ട് അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ഈ ആർഗ്യുമെന്റ്സ് ഒന്നും ഒരു വലിയ സംഭവം ഒന്നുമല്ല. നമ്മളെല്ലാം അഡ്രസ് ചെയ്തല്ലോ. വേറെ എന്തെങ്കിലും? ഹോമോസെക്ഷുവാലിറ്റിയുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് പ്രതീഷ് പ്രസന്റേഷൻ ചെയ്യണില്ലേ? പ്രതീഷും പിന്നെ സുഹേൽ കല്ലിയത്തല്ലേ? ഞാൻ അതിന്റെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരാളെ കൂടെ വിളിക്കാന്ന് നമ്മൾ വിചാരിച്ചു. ഒരു ഗസ്റ്റ് അർജുന്റെ കമന്റ് ഒന്ന് ചെയ്യും. നമ്മള് രണ്ട് ആംഗിളിൽ നിന്ന് അപ്രോച്ച് ചെയ്യാനാണ്. ഫിലോസഫി എത്തിക്സ് ആയിരുന്നു, പിന്നെ ഡാറ്റ വെച്ചിട്ട് സോഷ്യൽ ആംഗിളിൽ നിന്നും, അപ്പോ മെഡിക്കൽ ആംഗിളിൽ നിന്നും. അപ്പോൾ സുഹൈൽ കല്ലിയത്ത് നമ്മളെ മറ്റേ സൈഡ് ഹെൽപ്പ് ചെയ്യും. എത്തിക്സിന്റെ പാർട്ട് പ്രതീക്ഷ പ്രസന്റ് ചെയ്യും. ദൈവം ഒരെണ്ണമേ ഉള്ളൂ എന്ന് വാദിക്കാൻ ഒക്കം റേസർ ഉപയോഗിക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ട്. ശരിക്കും അത് ശരിയാണോ? ഒരെണ്ണം ആണ് ഒന്നിൽ കൂടുതൽ ലെസ് കോംപ്ലക്സ്, സോ ഒരെണ്ണമാണ് വാദം അല്ല. നമ്മള് നമ്പർ ഓഫ് ഓണ്ടോളജിക്കൽ കാറ്റഗറീസ് ആണ് സാധാരണ സിംപ്ലിസിറ്റിയിൽ എടുക്കുക, റൈറ്റ്? അപ്പൊ നമ്മുടെ തിയറിയിൽ ഓണ്ടോളജിക്കൽ കാറ്റഗറീസ് കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സിംപ്ലിസിറ്റി കൂടുന്നു എന്നുള്ളതാണ് വാദം. ഒരേ ഓണ്ടോളജിയിലുള്ള മൾട്ടിപ്പിൾ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സിംപ്ലിസിറ്റിയിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. മനസ്സിലായോ? കാര്യം അതിനകത്ത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരേ സാധനം തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യല്ലേ. അപ്പം അതിനകത്ത് വലിയ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഓണ്ടോളജിയിൽ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ സിംപ്ലിസിറ്റി.
ഐ മീൻ എന്റെ അഭിപ്രായത്തിൽ അത് വലുതായിട്ട് റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം അത് സെയിം ഓണ്ടോളജി തന്നെയാണ്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞ ഓണ്ടോളജി തന്നെ വരുന്ന ഒരു സാധനമാണ്, മനസ്സിലായി. അപ്പൊ അത് വലുതായിട്ട് സിംപ്ലിസിറ്റിയെ ബാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു ഡിഫറെന്റ് ഓണ്ടോളജിക്കൽ കാറ്റഗറി അല്ലല്ലോ ഇത്. പക്ഷെ ഇപ്പം ഒരു ഫിസിക്കൽ സൂപ്പർ നാച്ചുറൽ ഒരെന്റിറ്റി വെച്ച് രണ്ടും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെങ്കിൽ രണ്ട് എന്റിറ്റിയുടെ ആവശ്യം എടുക്കുന്ന ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു എന്റിറ്റിയുടെ കോംപ്ലക്സിറ്റിയും കൂടെ നോക്കണ്ടേ. രണ്ട് സിമ്പിൾ ആയ എന്റിറ്റി അല്ലേ ഒരു വലിയ കോംപ്ലക്സ് എന്റിറ്റിനേക്കാളും അതൊക്കെ. പക്ഷെ ഈ കേസ് പറയുന്നത് ഒക്കംസ്ലൈസർ എപ്പോഴാണ് യൂസ് ചെയ്യാച്ചാലേ, എടാ കേക്കണ്ടോ, ഒക്കംസ്ലൈസർ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു എന്റിറ്റി എടുക്കുന്നുണ്ട്, റാസി ഒരു എന്റിറ്റി എടുക്കുന്നുണ്ട്, സെയിം സാധനം. റാസി എക്സ്ട്രാ ഒരു സാധനം കൂടി എടുക്കുന്നുണ്ട് റാസിന്റെ തിയറിക്ക്, ഞാൻ എടുക്കണില്ല. പക്ഷെ നമ്മൾ രണ്ടാളും ഈക്വലി ബെറ്റർ ആയിട്ട് ഈക്വലി ഗുഡ് ആയിട്ട് എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റാസിന്റെ തിയറി ഒക്കംസ്ലൈസർ വെച്ചിട്ട് എന്താവും, കട്ടായി പോകും. മഴ പെയ്യണ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വിഘ്നു വിശ്വസിക്കണത് ജസ്റ്റ് മേഘങ്ങൾ കൂടുന്നു, എന്താ അതില് വാട്ടർ ഉണ്ട്, അത് കണ്ടൻസേറ്റ് ചെയ്ത് ഡ്രോപ്പ് ആയിട്ട് വീഴുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഞാൻ അതേ എക്സ്പ്ലനേഷൻ എടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അഡീഷണൽ എന്റിറ്റി ചേർക്കുന്നുണ്ട്. ആ മേഘങ്ങളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് കൂട്ടണത് ഒരു ഏഞ്ചലാണെന്നോ അല്ലെങ്കിൽ ചിറകൾ എന്തോ സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് എന്താ തെറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. അതെ, ഞാനിത് കേട്ടിട്ടുണ്ട്. അതായത് രണ്ട് ദൈവം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ തല്ലും, അതുകൊണ്ട് ഒരെണ്ണേ സാധ്യതയുള്ളൂ എന്നൊക്കെ പറയണേ. അതായത് ഈ ഈവിൾ ഗോഡ് ചാലഞ്ചിനൊക്കെ റെസ്പോൺസ് ആയിട്ട് പറയുന്നതാണ്, നമ്മുടെ ദൈവം നെസസറി ആണ്, മറ്റേ ദൈവം നെസസറി ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ തല്ലിയിട്ട് എന്ത് കാരണത്തിലാ തല്ലൂടാന്ന് അറിയോ? നാളെ മഴ പെയ്യണം ഒരാൾ പറയും, മഴ പെയ്യണ്ടെന്ന് മറ്റാൾ പറയും, എന്നാലും മഴ പെയ്യണ്ടേ, പിന്നെ ഫുൾ തല്ലാണ്. വിടമാട്ടെ, നാളെ കുടുംബങ്ങളൊക്കെ മഴ പെയ്തൊക്കെ വിടമാട്ടെ. പിന്നെ ആരാണ് ശരിക്കും കുട്ടികളെ എന്താ ഭയങ്കര കളിയാക്കണത് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഞങ്ങളല്ല, ഈ ആർഗ്യുമെന്റ് വെക്കുന്ന ആൾക്കാരാണ്. ഈ പോയിന്റ് ഞങ്ങൾ നോട്ട് ചെയ്തു. ഞാൻ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം ടൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. ലോ ഓഫ് ഐഡന്റിറ്റി വെച്ചിട്ട് നേരത്തെ അർജുൻ പറഞ്ഞ കാര്യത്തെ അഡ്രസ് ചെയ്യാം. അതായത് രണ്ട് കോഡാണ്, രണ്ടും സെയിം അത് സെയിം കാര്യം നിങ്ങൾ പറയണത്. അതായത് ഗോഡ് നിങ്ങൾ ഡിഫൈൻ ചെയ്യണത് മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ആണ്, ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ വീണ്ടും ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബീയിങ് കൂടെയും കൊണ്ടുവരികയാണ്, അതേ മാക്സിമലി ഗ്രേറ്റ് ബീയിങ് അതേ ഡെഫിനേഷൻ വന്നു കഴിഞ്ഞാൽ അത് രണ്ടും പിന്നെ രണ്ട് എന്റിറ്റി അല്ല, അത് രണ്ട് സെയിം എന്റിറ്റി ആണ്. ബൈ ലോ ഓഫ് ഐഡന്റിറ്റി ഈക്വൽ ടു എന്ന് പറയുന്ന പോലെ അത് പിന്നെ സെയിം എന്റിറ്റി ആയി മാറി. അവിടെ രണ്ട് എന്റിറ്റി എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ അല്ല. ഇപ്പൊ തൽക്കാലം ഫിസിക്കലിസം റോങ് ആണ്, കംപ്ലീറ്റ് സെയിം എന്താ എല്ലാം കൊണ്ട് സെയിം ആണ് എന്റിറ്റി, പക്ഷെ കോൺഷ്യസ്നസ് മാത്രം ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിലോ? അതെ, ഇവിടെ മാക്സിമലി ഗ്രേറ്റ്നസ് ഡിഫൈൻ ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. മാക്സിമലി ഗ്രേറ്റ്നസ് വെച്ച് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ എന്റിറ്റീസിനെയും കമ്പൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു എന്റിറ്റിക്ക് അതിനേക്കാളും ഒക്കെ ഗ്രേറ്റ്നസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് എന്റിറ്റീസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എന്റിറ്റീസ് വരാനായിട്ട് സാധ്യതയില്ല, മനസ്സിലായല്ലേ? ഈക്വലി ഗ്രേറ്റ് ബട്ട് ഡിഫറെന്റ് കോൺഷ്യസ്നസ് പറഞ്ഞില്ലേ, എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എടുത്താലും ബാക്കി എല്ലാ കാര്യങ്ങളും എടുത്ത് അത് കമ്പൈൻഡ് ആയിട്ട് നോക്കിയാലും അതിന്റെ കമ്പൈൻഡ് ഗ്രേറ്റ്നസിനേക്കാളും കൂടുതലായിരിക്കണം ഇതിന്റെ ഗ്രേറ്റ്നസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് വേറെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ കമ്പൈൻഡ് ഗ്രേറ്റ്നസ് എടുക്കാം, അങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പിന്നീട് ഒരു വീഡിയോയിൽ അഡ്രസ് ചെയ്യാം. അതെ, ഡേറ്റാ സയന്റിസ്റ്റിന്റെ റീൽ ആണ്. ആ റീല് എല്ലാം കൂടെ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് വിശദമായിട്ട് അത് അഡ്രസ് ചെയ്യാം. അത് ഞാൻ പറയാം. പ്ലസ് ടു കാരൻ നമ്മള് പുള്ളി പറഞ്ഞു പ്ലസ് ടു കാരൻ എന്താണ് സാപ്പിയൻസിനെ റെപ്രസെന്റ് ചെയ്ത് വന്നാലേ നടക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ പാവം പ്ലസ് ടു കാരനായ പയ്യൻ സാപ്പിയൻസിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നു. അപ്പൊ അവര് പറഞ്ഞു, എന്നാ നീ സാപ്പിയൻസിന്റെ വഴി ഒരു മെയിൽ അയക്ക്, ഞങ്ങൾ നോക്കട്ടെ. അപ്പം മെയിൽ അയക്കുന്നു. മെയില് അപ്പം എന്താണ്, എന്നെ കൊണ്ടുപോയി ഒരു തെങ്ങിലേക്ക് കെട്ടി എന്നിട്ട് തെങ്ങിന്റെ പേരിലുള്ള തേങ്ങയിലേക്ക് അവർ പോയാണ് ചെയ്തത്. പിന്നെ അവർ പറഞ്ഞു, സാപ്പിയൻസുമായിട്ട് ഞങ്ങൾ പണ്ട് കുറെ ഡീലിങ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു, ആ ഡീലിങ്സിനെ പറ്റിയൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിടാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പറഞ്ഞു, ഓക്കെ അതൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാം, ഒരു കാര്യം ചെയ്യും, ഈ ഒരു കോൺവെർസേഷൻ കഴിയട്ടെ, എന്നിട്ട് ഈ ഡിബേറ്റ് നമുക്ക് നടത്താം, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറയുന്നു. എന്നാലും അവർ കേൾക്കുന്നില്ല, ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത ഡിബേറ്റിന് വരില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഡിബേറ്റിനെ പറ്റിയുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് അതിന് റെസ്പോണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു മെയിൽ അയക്കുന്നു.
അതിനുശേഷം അവരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവര് വീണ്ടും ഈ സെയിം സാധനം തന്നെ അയക്കുന്നു. അപ്പൊ അല്ല നമ്മള് എന്താ രജിസ്റ്റർ ചെയ്യണമെന്നോ എന്താ എസെൻസിന്റെ കത്ത് വേണമെന്നോ രജിസ്റ്റർ അങ്ങനെ ചെയ്യണം. രജിസ്റ്റർ ചെയ്യണം, ആധാർ കാർഡ് കാണിക്കണം, പിന്നെ കരമടച്ച രസീത് കാണിക്കണം. അതെ. പിന്നെ എന്താണ് ഈ എന്താണ് സാപ്പിൻസിന്റെ റെസറക്ഷന്റെ ഡിബേറ്റ് ഒന്നായി നടണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒളിച്ചോടിയെന്ന് പബ്ലിക്ലി അക്നോളജ് ചെയ്യണം. അപ്പോളജൈസ് അല്ല, അക്നോളജ് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇമാതിരി കണ്ടീഷൻസ് ഒന്നും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങൾ എന്നാ കുറച്ച് കണ്ടീഷൻസ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് അങ്ങോട്ട് വെക്കുകയാണ്. ആ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയിട്ട് വരാം, ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഡിബേറ്റ് നടത്താമെന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് 3 ദിവസത്തിന്റെ മാക്സിമം കൊടുത്തു. 3 ദിവസം ഇതിനെ പറ്റി തുടങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം വരെ സംസാരിച്ചു. പ്രതീക്ഷ 4 in range 5. ജെയിംസണ്ട് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താ ജോ വെറും ഒരു കാര്യമില്ലാണ്ട് കോംപ്ലക്സ് ടേംസ് ഒക്കെ യൂസ് ചെയ്യും. ഇവന്റെ പേപ്പർ വായിച്ചാലും അങ്ങനെ, ജോന്റെ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല, സിമ്പിൾ ആയി പറയാൻ പറ്റുന്ന സാധനമാണ്, പക്ഷെ ഇവൻ കോംപ്ലക്സ് ലാംഗ്വേജ് യൂസ് ചെയ്യും. ലാംഗ്വേജ് മാത്രല്ല, ജോ സംസാരിക്കുന്നത് 2x സ്പീഡിലാണ് ഓട്ടോമാറ്റിക്കലി. പക്ഷേ ഞാൻ വായിച്ചു തുടങ്ങി അവരുടെ ആ പേപ്പർ വായിച്ചിട്ട് പിന്നെ വീഡിയോ കാണുമ്പോ കുറച്ചും കൂടെ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. റിയൽ എത്തിയോളജി വെച്ചിട്ട് ബേസിക് ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ട് ചിലപ്പം റിയൽ എത്തിയോളജി നല്ല മെൻഷൻ ചെയ്തൊരു ചാനലാണ്. ആദ്യം റിയൽ എത്തിയോളജി സ്റ്റാർട്ട് ചെയ്യാ, അത് സെറ്റ് ആവുമ്പം കുറച്ചായിട്ട് ജോന്റെ വീഡിയോസ് കണ്ടാൽ ചിലപ്പോ കുറച്ചും കൂടി ക്ലീൻ ആവും. റിയൽ എത്തിയോളജി ഒരു ഹൈലി അണ്ടർറേറ്റഡ് ചാനലാണ്. അതെ, റിഡക്റ്റീവ് പോലെ. എടാ എന്നാ എന്റെ അല്ലേ പ്രതീഷ് ആസ് യൂഷ്വൽ ബൈ പറയൂ. എന്തോ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ? ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ എന്റെടാ 2 ഓ ഓക്കേ സാപ്പിൻസ് 2k അടിച്ചു ഗയ്സ്. ഹ്യൂജ് ഷൗട്ട് ഔട്ട്. 20k നമ്മൾ ഇവരെ അടിച്ചിട്ടുണ്ട്. ഫുൾ സപ്പോർട്ട്. 2k അല്ല 20k. ഇന്ന് എന്റെ നെറ്റ് ഭയങ്കര വീക്ക് ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈവ് കുറെ നാൾ മുമ്പ് ഇതാക്കിയതായിരുന്നു, ഡിസൈഡ് ചെയ്തായിരുന്നു. അത് കാരണം നമുക്ക് അവരെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? അതെ, എല്ലാരും അങ്ങോട്ട് വരൂ, ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് ഗൈസ്. അപ്പൊ ശരി എന്നാ, ടാറ്റാ ബൈ ബൈ. എല്ലാരും ഓക്കെ ബൈ. നിർത്താം.